محدثاتها وكل محدثة بدعة وكل بدعة ضلالة. ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണം. നമ്മളെല്ലാവരും ശാന്തമായ അന്തരീക്ഷത്തിൽ അറിവിന്റെ ഉദ്യാനത്തിൽ പൂന്തോട്ടത്തിൽ ജീവിക്കുകയാണ്. സന്തോഷവും സമാധാനവും ആണ് നമുക്ക് ലഭിക്കാറുള്ളത്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് നമ്മളെയെല്ലാം ഒരുമിപ്പിച്ചത്. വേറെ ഒരു ആവശ്യവും ഒരു കാര്യലാഭവും ഇല്ല. നമ്മൾ കുടുംബങ്ങളെ ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ അല്ലാഹുവേ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അവരും അവരുടെ ഇണകളും അങ്ങനെ എല്ലാവരെയും ആണ് നമ്മുടെ മതം ഉൾക്കൊള്ളുന്നത്. ഏതെങ്കിലും ഒരു കാറ്റഗറി മാത്രം, ഏതെങ്കിലും ഒരു വിഭാഗം മാത്രം ഇല്ല. അപ്പോൾ നമ്മുടെ ചുറ്റും കുറെ ആൾക്കാർ ദാഹിച്ച് മോഹിച്ച് നിൽക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് സത്യത്തിന്റെ ചെറിയൊരു ചൂര് കിട്ടേണ്ടത്, ചെറിയൊരു മണം, ചെറിയൊരു ഗുണം, അതോടുകൂടി അവർ നമ്മുടെ സദസ്സിന്റെ ഭാഗമാണ്. അല്ലാഹുവേ എല്ലാവർക്കും നീ ഹിദായത്ത് നൽകണം. ഇന്നത്തെ നമ്മുടെ വിഷയം പ്രാർത്ഥനയാണ്, പ്രതീക്ഷ. ഇവിടെയുള്ള എല്ലാം അല്ലാഹു അരുളി നിങ്ങളുടെ മക്കളിലൊക്കെ തീരും. അല്ലാഹുവിന്റെ അടുക്കലുള്ള ബാക്കിയാണ്. നാളെ എന്താ പ്രത്യേകത? നാളത്തെ പ്രത്യേകത എന്താ? മിഅ്റാജിന്റെ നോമ്പ് എന്ന് പറഞ്ഞൂടാ, പട്ടിണി കിടക്കുക. അതിന് ഒരുക്കങ്ങളൊക്കെ ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ, പൊതുവെയും കേരളത്തിൽ, ഇന്ത്യയിൽ പ്രത്യേകിച്ച് സാധുക്കളായ മനുഷ്യർ അവർ വിചാരിക്കുന്നത് സുന്നത്താണ്, സ്നേഹമാണ്, ബഹുമാനമാണ്, ആദരവാണ്. ആരോട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അപ്പൊ നമ്മളെന്താ പറയാ? നിങ്ങൾക്ക് സ്നേഹമില്ല എന്ന് പറയാൻ കഴിയോ? അറിവില്ല എന്ന് പറയാൻ കഴിയോ? പല ആളുകളും മറ്റുള്ളവരെ വിമർശിക്കുന്നത് ഒന്നുമില്ല, നമുക്കൊന്നുമില്ല, അറിയില്ല, മണ്ടന്മാരാണ്, പൊട്ടന്മാരാണ് നോക്കിയാണ്. അങ്ങനെയാണോ? അല്ല. അവര് സാധാരണക്കാര് അവർ കേട്ടത് ഉസ്താദുമാർ പറഞ്ഞു കൊടുത്ത കാര്യം. അപ്പൊ നമ്മളെന്ത് പറഞ്ഞു കൊടുക്കണം? ഇവിടെ വിഷയം ഇതാ, പുറത്തിറങ്ങിയാൽ നമുക്കൊരു കടമയുണ്ട്. നാളെ ആരും നോമ്പെടുക്കരുത്. നോമ്പെടുക്കാം. ഇന്നത്തേക്കും പ്രത്യേകത തിങ്കളാഴ്ച. തിങ്കളാഴ്ചന്റെ പ്രത്യേകത എന്താ? 5 എണ്ണമാണ്. ഒന്ന് പറയും. ഒന്ന്, നോമ്പില്ലാകാനുള്ള കാരണം ജനിച്ചെന്ന തിങ്കളാഴ്ച, നബിയായി എന്ന തിങ്കളാഴ്ച, ഖുർആൻ കിട്ടി എന്നാണ് തിങ്കളാഴ്ച, സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നത് തിങ്കളും വ്യാഴവും. 5 മനുഷ്യന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടും. പേനി കടലാസൊക്കെ ഉണ്ടെങ്കിൽ എഴുതിയെടുക്കാം. എപ്പോഴും ഒരു യാത്രയിൽ എന്നല്ല, എവിടെ പോകുമ്പോഴും ഒരു പേനി നോട്ടും വേണം. അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ നിങ്ങൾ മൊബൈൽ ഓണാക്കിയാൽ മതി. വെറുതെ കിടത്തില്ലേ മൊബൈൽ? അത് ഓണാക്കിയാൽ മതി. 5 പ്രത്യേകതകളുടെ നോമ്പാണ്. ഇന്ന് എത്ര, നാളെ നോമ്പെടുക്കുന്ന എത്ര ആൾക്കാർ ഇന്ന് നോമ്പെടുത്തിട്ടുണ്ടാവും? ഇതല്ലേ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിച്ചതാണ്. മുസ്ലിം 1161. എത്രേ? പേനിനോട്ടൊക്കെ ആവശ്യം നീ പറഞ്ഞ കുട്ടികൾ കൊണ്ടുവരുന്നുണ്ടോ? നമുക്ക് എഴുതിച്ചാൽ മതി. ഓക്കെ. അപ്പോ ഇത് വിശ്വാസപരമാണ് മാറ്റത്. സഹാബത്ത് ചോദിക്കുക, എന്തിനാ നിങ്ങൾ മുമ്പെടുക്കുന്നത്? അപ്പോഴാണ് പറഞ്ഞത് ഞാൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അവിടെ മുതലുള്ള താവഴിയാണ്, പാരമ്പര്യമാണ്. ഇന്നത്തെ നാളത്തതോ ഉസ്താദുമാരെന്നെ പറയുന്നുണ്ട് സഹിഹായ ഹദീസ് ഇല്ല. പിന്നെ എങ്ങനെയാണ് നോമ്പ് വെക്കുന്നത്? സഹിഹ ഹദീസ് ആവശ്യമില്ല. പിന്നെന്താ? ആയത്തുണ്ടല്ലോ. ആയത്തേതാണ്? ആയത്ത്
വമൻ യുഅദ്ദിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. നിങ്ങൾ എല്ലാവരും മേറാജ് നോമ്പ് നോറ്റൊളി. അങ്ങനെയാണോ അർത്ഥം? ആണോ? അല്ല. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ആരാണോ അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളെ, മത അടയാളങ്ങളെ ബഹുമാനിക്കുന്നത്, അത് ഹൃദയത്തിൽ നിന്നുള്ള തഖ്വയാണ്. നല്ല ആയത്തല്ലേ? ആയത്ത് നല്ല അല്ലാത്തല്ലോ? ഇല്ല. ഖുർആനിൽ എത്ര ആയത്തുണ്ട് മക്കളെ? പറഞ്ഞ എത്രയാണ്? പറയൂ. ഖുർആനിൽ എത്ര ആയത്തുണ്ട്? 6600. 2-3 പറഞ്ഞാൽ എങ്ങനെ ശരിയല്ല? ഖുർആന്റെ ആ ചട്ടിയിൽ ഒരു എണ്ണമുണ്ട്, 6236 അല്ലേ? എല്ലാം നല്ലതാണ്. ഈ ആയത്ത് ആകട്ടെ മതചിഹ്നങ്ങളെ, മതത്തിന്റെ അടയാളങ്ങളെ എല്ലാം ബഹുമാനിക്കാനാണ് പറയുന്നത്. നോമ്പൊൽക്കാനാണോ? അല്ല. ഈ ആയത്ത് ഇറങ്ങിയത് ആർക്കാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് എന്താ ചെയ്തത്? മേറാജ് നോമ്പ് നോറ്റിക്കണമെങ്കിൽ പിന്നെ സഹീഹ ഹദീസ് ഇല്ല എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. സഹീഹ ഹദീസ് ഉണ്ടാവുമല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് എടുക്കുകയല്ല ചെയ്തത്. ഇതെന്താ സംഭവം? ഇത് ഹജ്ജിന് വരുമ്പോൾ കൊണ്ടുവരുന്ന ബലിമൃഗങ്ങളെ എവിടുന്നാ കൊണ്ടിരുന്ന? ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും നടത്തിക്കൊണ്ടുവരികയാണ്. ആരും ഒന്നും ചെയ്യരുത്, ആക്രമിക്കരുത്, ബഹുമാനിക്കണം, അതിനെ തടിപ്പിക്കണം, അതിനെ കൊഴുപ്പിക്കണം, അതിനെ നന്നാക്കി നോക്കണം എന്നാണ് ഈ ആയത്തിലെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോ അങ്ങനെയാണെങ്കിൽ ഏത് ആയത്തും അതാ, ഏത് കാര്യത്തിനും. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, തെളിവില്ല. അപ്പൊ നിങ്ങളിത് പറഞ്ഞു കൊടുക്കണം. നിങ്ങള് ഇത് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്തിട്ട് അവർ നന്നാകും, നന്നാകലൊക്കെ നന്നാകാതിരിക്കലൊക്കെ പറഞ്ഞായിരിക്കും. എന്ത് വേണം? ഈ ആയത്ത് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവരോട് പറയണം, ഇങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത നോമ്പ് ഏതാണ്? ഒന്നെന്താണ്? തിങ്കള്. അപ്പൊ എത്രണ്ട്? 53 തിങ്കൾ കൊല്ലത്തിൽ. 254 വ്യാഴമുണ്ട്. 104 53 106 അല്ലെ? അറബി മാസം 13 14 15 36. ഷഅബാൻ മാസത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിക്കവാറും എല്ലാ ദിവസവും നോമ്പ് നോറ്റു. ബുഖാരി 1970. യസ്സൂമു ശഅബാന കുല്ലഹു. മുഹറം 9 നോറ്റു. ശവ്വാൽ 2 മുതൽ 7 വരെ പറയുന്നത് 2 മുതൽ 7 വരെ. ദുൽഹിജ്ജ 1 മുതൽ 9 വരെ, പ്രത്യേകിച്ച് 9. അപ്പൊ 216 ദിവസം നോമ്പുണ്ടാവും. 216 നോമ്പുണ്ടാവും. 216 നോമ്പ് നോക്കേണ്ടതില്ല. കാരണം ഡബിള് ട്രിപ്പിളൊക്കെ ഉണ്ടാവും. റമദാനില് 13 14 15 തിങ്കളോ വ്യാഴോ വന്ന 3 നിയ്യത്ത നോമ്പേ ഉള്ളൂ. പെരുന്നാളിന് ശേഷം, പെരുന്നാൾ തിങ്കളോ വ്യാഴോ വന്ന നോമ്പ് വേണ്ട. വലിയൊരുന്നാളിന് ശേഷം, അതായത് റമദാന്റെ നിയ്യത്ത് 1, തിങ്കളാഴ്ചന്റെ നിയ്യത്ത് 13 14 15 നിയ്യത്ത്. ആർക്ക്? ഇതൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ലാഭമാണ്. മെൻസസ് ആണ്, ലാഭമാണ്. നോമ്പ് നോൽക്കണ്ട എന്നാൽ ലാഭമാണ്. യാത്രക്കാരാണ്, നോമ്പില്ല എന്നാലും കൂലിയാണ്. രോഗിയാണ്, നോമ്പില്ല എന്നാലും കൂലിയാണ്. ക്ഷീണമുണ്ട്, നോമ്പില്ല എന്നാലും കൂലിയാണ്. ഇതൊക്കെ നിയ്യത്ത് കൊണ്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. ചെലവാക്കിയിരുന്ന ആൾക്കാർ ഗൾഫിൽ നിന്ന് മടങ്ങിയെന്ന് പൈസ ചെലവാക്കാനല്ല, എന്നാലും കൂലിയാണ്. ഇപ്പോ ചെലവാക്കിയിരുന്ന അതേപോലെ എപ്പോഴും ചെലവാക്കിയതായിട്ട്, നിസ്കരിച്ച പോലെ ഇപ്പോഴും നിസ്കരിച്ചതായിട്ട്, സക്കാത്ത് കൊടുത്തതുപോലെ ഇപ്പോഴും സക്കാത്ത് കൊടുത്തായിട്ട് എഴുതി വെക്കാൻ അള്ളാഹു മലക്കളോട് പറയാം. അങ്ങനെയാണ് 3 നിയ്യത്ത്, 2 നിയ്യത്ത്, 1 നിയ്യത്തൊക്കെയാണ്. പെരുന്നാള് നമ്മള് തിങ്കളോ വ്യാഴം നോമ്പ് നോൽക്കുന്ന ആൾക്ക് പെരുന്നാള് തിങ്കളോ വ്യാഴം ആയാൽ നോമ്പ് നോൽക്കണ്ട, പക്ഷേ കൂലിയുണ്ട്. പെരുന്നാളിന് ശേഷം, വലിയനാളിന് ശേഷം 11 12 13 നോമ്പ് പാടില്ല. അത് തിങ്കളോ വ്യാഴോ വന്നാലോ കൂലിയുണ്ട്. 13 അറബി മാസം 13 നോമ്പുള്ള ദിവസമാണ്. അപ്പൊ 2 രീതിയിൽ വരും, തിങ്കളും വ്യാഴോ വരാം. അങ്ങനെയാണെങ്കിൽ 2 നിയ്യത്ത് നോമ്പില്ലാതെ, നിയ്യത്തുണ്ട് നോമ്പ് വെക്കണ്ട. ഇങ്ങനെ ഈ നോമ്പെല്ലാം പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ റമദാനിലെ നോമ്പ്. അപ്പൊ 216 നോമ്പുണ്ടാവും. അതുപോലെ നമുക്ക് ആൾക്കാർക്ക് എന്നിട്ട് 2 നോമ്പാണ് ഉഷാറിൽ നിൽക്കുന്നത്. 1 ബറാഅത്ത്, 2 മിഅ്റാജ്. അപ്പോ പറഞ്ഞു കൊടുക്കുവോ? ഫാമിലി ഗ്രൂപ്പിലൊക്കെ അല്ലേ എല്ലാവരും അല്ലേ? ചങ്ങാതിമാരൊക്കെ അല്ലേ നാളെ നോമ്പ് കൊടുക്കാൻ സാധ്യതയുള്ള ആൾക്കാരുണ്ടോ നാട്ടിൽ? ഉണ്ട്. അപ്പൊ അവരോടൊന്ന് പറയാ,
കടിച്ചാൽ പറിച്ചാലൊന്നും വേണ്ട, കഠിനമായ വിമർശനങ്ങൾ വേണ്ട, ഖുറാഫിനാരെ പറ്റി പറയണ്ട, മടവൂരിനാരെ പറ്റി പറയണ്ട, ജിന്നൂരിനാരെ പറ്റി പറയണ്ട, ഫോക്കസ് എന്ന് പറയണ്ട. പിന്നെയോ എന്താ പോലും അംഗീകരിക്കുന്ന പേര് എന്ന് പറഞ്ഞാൽ പോരെ, വിട്ടുകിട്ടണം. കാര്യം പറഞ്ഞാൽ മതിയല്ലോ, കാര്യം പറഞ്ഞാൽ മതിയോ, വിഷയം ശരിക്കും നമുക്ക് പറഞ്ഞു കൊടുക്കണം. പക്ഷേ നമ്മുടെ കയ്യിൽ ആയത്തും ഹദീസും ഉണ്ടാകും. അപ്പോൾ ഇത് ആമുഖമായി പറയുന്നത് നാളെയാണ്. ഇന്ന് രാത്രി തന്നെ അവർക്ക് വിവരം കിട്ടേണ്ടതുണ്ട്. കിട്ടിയാൽ അവരെല്ലാവരും മാറുമോ ഇല്ലേ എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഒരാളെങ്കിലും രണ്ടാളെങ്കിലും ഇത് കഴിഞ്ഞ ആഴ്ച കിട്ടിയതാണ്. ഇതെന്താ പറയൂ, ഇതെന്തിനാ പണ്ടാണെങ്കിൽ നമ്മളെ അരിയിൽ കൊടുക്കരുതേ. ഞാൻ ഇപ്പോഴും അരിയിൽ ചെന്നതിൻ്റെ ആയിട്ട് ഉപയോഗിക്കുന്നു. കാരണം ബെൽറ്റിനേക്കാൾ ലാഭകരമായിട്ട് ഇതിന് പൈസ ചെലവില്ല, കഷ്ണം. ഓക്കെ, ഇതെന്താണിപ്പോ? ഇത് നല്ലവനായൊരു മനുഷ്യൻ, പേരിന്റെ നല്ലതാണ്, ആ നെഞ്ചത്ത് നിസ്കരിക്കുന്ന ഒരാളുടെ ശരീരത്തിന് കിട്ടിയതാണ്. അപ്പോൾ ഉസ്താദ് കെട്ടി കൊടുത്തതാണ് ഇതിന് അസുഖം മാറാൻ. അപ്പൊ ഇത് നമ്മുടെ സമൂഹത്തിലെ ആരുടെയെങ്കിലും അരിയിലുണ്ടോ, കഴുത്തിലുണ്ടോ, കയ്യിലുണ്ടോ, ഉണ്ടോ ഇല്ലേ എന്ന് നമ്മൾ അറിഞ്ഞാൽ അത് ചെയ്യണം. നമ്മുടെ പ്രവൃത്തികളുടെ ഭാഗമാണ് അതൊക്കെ, കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് അവര് തരും, പറഞ്ഞാൽ അനുസരിക്കും. കാരണം ഇത് അള്ളാഹുവിന്റെ ഓർഡറാണ്, റസൂലിന്റെ ഓർഡറാണ്. ഈ ദുനിയാവിൽ ആരെയും പേടിക്കേണ്ടതില്ല. ഞാൻ ഇപ്പൊ എങ്ങനെ പറയാം, അമ്മായി മണ്ടല്ലോടെ, അമ്മായിമല്ലേ, മോശനാക്കിയല്ലേ, വാപ്പയല്ലേ, എമ്മല്ലേ, ഭാര്യയല്ലേ, ഭർത്താവല്ലേ, ആങ്ങളല്ലേ, പെങ്ങളല്ലേ, ഒന്നും നോക്കണ്ട. അള്ളാന്റെ ഭൂമിയാണ്, അള്ളാഹുവിന്റെ ഭൂമിയാണ്, എല്ലാം ചെയ്യണം. അപ്പോ ബിരിയാണിക്ക് താഴെ ആണ് വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിൽ നല്ല പോക്കാൻ പറഞ്ഞാൽ മതി. മുടി കാണുന്നുണ്ടോ പെണ്ണുങ്ങളുടെ? ഒന്ന് പറഞ്ഞാൽ മതി, ഒന്ന് പറഞ്ഞാൽ മതി. ബാഗിൽ കുറച്ച് സേഫ്റ്റി പിൻ കൊണ്ടുവരണം. അപ്പൊ നമുക്ക് ഈ ഭൂമി മുഴുവൻ നമ്മുടെ വിളനിലമാണ്, ഇതിന് ജാഗ്രത ചെയ്യാൻ. അതുകൊണ്ട് നാളെ അവർ നോമ്പെടുക്കാതിരിക്കാനുള്ള ഒരു പ്രാർത്ഥനയാണ് പ്രതീക്ഷ എന്ന് നമ്മളൊരു വിഷയം വെക്കുമ്പോൾ സംഘാടകർ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ രീതിയിലൊക്കെ ഇത് പോകണമെന്ന്. അത് ചർച്ച ചെയ്തിട്ടില്ല, എന്നാലും ആ ഹെഡിങ് തന്നെ എല്ലാം വ്യക്തമായി പറയുന്നു. നമുക്ക് നമ്മുടെ റബ്ബുമായുള്ള ഒരു കണക്ഷൻ, അത് മാത്രമേ ഉള്ളൂ. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ഇസ്തിഗാസ ചെയ്യുന്ന ആൾക്കാർക്ക് പല ജാതി കണക്ഷനുണ്ട്. ബിംബം, ജാറം, ദർഗ, മഖാമ്, പുണ്യമരം, പുണ്യമൃഗം, പുണ്യപുഷ്പം, മണ്ഡപം, ശ്രീകോവിൽ, അൽത്താര, പ്രതിഷ്ഠ, അപവാണികം, ഉറുസുപാർക്ക്, ചന്ദനക്കുടം, യാഗം, ഹോമം, പൂരം, മഹോത്സവം, താരപ്പൊലി, തിറ, തറ, അതൊക്കെ ഉണ്ട്. നമുക്കോ അതൊന്നുമില്ല. നേരെ ഡയറക്റ്റ് കണക്ഷനാണ്, ഹോട്ട് ലൈനാണ്. പടച്ചോനെ ചെലവില്ല, നമ്മുടെ ദുആക്ക് ചെലവില്ല, നമ്മുടെ ദുആക്ക് പൊലിവിയില്ല. എല്ലാവരും നോക്കിക്കും. എന്ത്? ആന, അമ്പാരി, ചെണ്ട, കൊട്ട്, പടക്കം, അല്ലേ? പടക്ക നിർമ്മാണശാലകൾ പൊട്ടി, കുറെ ആൾക്കാര് കത്തിയിട്ട് കുറെ ആൾക്കാർ മരിച്ച്, പടക്കം പൊട്ടി മരിച്ച് ഐസിയുലായി. കള്ളമുജാഹിദുകൾ, നല്ല മുജാഹിദുകളല്ല, കള്ളമുജാഹിദുകളുടെ കല്യാണ സദസ്സിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്, അല്ലേ? അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ. പടച്ചോനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നിടത്ത്, പടച്ചോനെ അനുസരിക്കുന്നിടത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നിടത്ത് പൊടിക്കുന്നൊന്നുമില്ല, ആനയും മുമ്പാരിയും ഇല്ല, ചെണ്ടയും കൊട്ടുന്നില്ല, കൊലവയില്ല. ഔലിയ, തങ്ങൾ, ബീവി, കോയ, കേയി, മാർപ്പാപ്പ, മെത്രാപ്പൊലീത്ത, ബിഷപ്പ്, വികാരി, പാതിരി, അങ്ങനെ ഇടയാളന്മാരാരുമില്ല. നേരെ പക്ഷേ എന്തെന്നില്ലാത്തൊരു സമാധാനം അള്ളാഹുവോട് ദുആ ചെയ്യുമ്പോൾ, എന്തെന്നില്ലാത്തൊരു സമാധാനം, സന്തോഷം കിട്ടണം. അപ്പോഴാണ് ദുആ ആവുക. കിട്ടുന്നുണ്ടോ ഇല്ലേ എന്ന് പടച്ചോനോട് പറഞ്ഞിട്ട് എത്ര കാര്യം. ഇന്നെന്താ അങ്ങനെ ആക്കാൻ പടച്ചോൻ, എന്നോടെന്താ അങ്ങനെ ചെയ്യാൻ? 5 നേരം നിസ്കരിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് എനിക്ക് മാത്രം എന്താ അങ്ങനെ? എന്റെ അത്ര കഷ്ടപ്പെടുന്ന ആരും ലോകത്തുണ്ടാവില്ല, ഈ ഗതിയാർക്കും വരരുത് എന്ന്. ഇത് ആരാ പറയുന്നത്? ഒരാളാണോ? അങ്ങനെയാണെങ്കിൽ ശരിയാണ്. രണ്ടാളാണോ? അല്ല, 800 കോടി മനുഷ്യരിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുന്നത്. അപ്പൊ നോണയാന്നല്ലോ, മനസ്സിലായല്ലോ. ഒരാളല്ല. അപ്പോ ഇതിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് പഠിക്കാൻ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സമാധാനം കിട്ടണം. അല്ലാ ബിദിക്രില്ലാഹി
അതാണ് സ്വാഗതത്തിൽ പറഞ്ഞത്. അറിയാത്ത കാര്യം നല്ല പഠിപ്പിക്കുന്നത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയൂ, അല്ലാഹുവിനെ ഓർക്കുന്നതോടെ മാത്രമേ സമാധാനം കിട്ടൂ. രണ്ട് കാര്യമാണ്. അല്ലാഹുവിനെ ഓർക്കണം, രണ്ട് അപ്പസമാധാനം കിട്ടണം. അതിനർത്ഥം സമാധാനം കിട്ടുന്നില്ലെങ്കിൽ ആ ഓർമ്മ ശരിയായിട്ടില്ല, ഒരു സ്വസ്ഥതല്ല, ഒരു സമാധാനമല്ല, സ്വൈരല്ല എന്ന് പറഞ്ഞാൽ ദുആ ശരിയായിട്ടില്ല എന്നാണ്. പോരായ തീരെയില്ല അല്ല, പറ്റ അടച്ചാക്ഷേപിക്കേണ്ടതില്ല, ശരിയായി വരും. ഓക്കെ. അപ്പോ നമ്മൾ സാധാരണ കേൾക്കുന്നതായിട്ട് അത് ഫുർഖാനിലെ 77-ാമത്തെ ആയത്താണ്. നിങ്ങളുടെ ദുആ ഇല്ലെങ്കിൽ എന്താ പിന്നെ നിങ്ങളെ പരിഗണിക്കുന്നത് എന്നാണ് ആയത്തിന്റെ ചുരുക്കം. യഥാർത്ഥത്തിൽ ഇത് മക്ക മുശ്രിക്കുകളെ കുറിച്ചും അതുപോലെ ശിർക്ക് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചും അവര് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നു. അപ്പൊ അള്ളാഹു അത് വകവെക്കുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹു നടപടി നിങ്ങൾ നിഷേധിച്ചിരിക്കുന്നു. അപ്പൊ ആരോടാ പറയണത്? ആരോടാ? നിഷേധിച്ചവരോടാ. ശിക്ഷ ഉറപ്പാണ് കേട്ടോ. അപ്പൊ ശിക്ഷ ഉറപ്പിക്കപ്പെട്ട നിഷേധിച്ച ആളുകളുടെ ശിർക്കിന്റെ പ്രാർത്ഥന പടച്ചോൻ പരിഗണിച്ചിട്ടുണ്ട്, കണക്കാക്കിയിട്ടുണ്ട്. ഒരാശയം. രണ്ടാമത്തെ ആശയം, ശിർക്ക് ചെയ്യുന്നവരും അള്ളാഹുവോട് ദുആയിട്ടുണ്ട് ചിലര്. അതാരാ? അമ്പർത്തങ്ങളെ അള്ളാഹുവേ, അമ്പർത്തങ്ങളെ അള്ളാഹു. ഒരു നല്ല പ്രാർത്ഥന. ആമീൻ പറയാൻ പറ്റും. അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക്. അല്ലാഹ്, ഇത് നിന്റെ പക്കൽ നിന്നുള്ള സത്യമാണെങ്കിൽ ഫഅംതിർ അലൈനാ ഹിജാറത്തൻ മിനസ് സമാ, ഞങ്ങളുടെ മേൽ കല്ലിന്റെ മഴ പെയ്യിച്ചു. അമീരത്തിനാ ബി അദാബിൻ അലീം, അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ശിക്ഷ ഞങ്ങളെ അനുഭവിപ്പിച്ചോ. നല്ല പ്രാർത്ഥനയാണ്. ഖുർആനിൽ പറഞ്ഞതാണ്. ആരോടാ? അല്ലാഹുവിനോട്. പക്ഷെ ആരാ? മക്കത്തെ മുശ്രിക്ക്. അവരോട് പറഞ്ഞു കൊടുക്കണം. മക്കത്തെ മുശ്രിക്കും അല്ലാഹുവോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആകാശങ്ങളെ പടച്ചതാരാ? അല്ലാഹ്. കപ്പലിൽ കയറി കടലിറങ്ങി കാറ്റുമ്പോഴും ഒന്ന് കപ്പൽ മറിയുമെന്ന ഘട്ടം എത്തുമ്പോൾ അവർ അല്ലാഹുവോട് മാത്രം ദുആയിരക്കും. അല്ലേ? എങ്ങനെ? ഇഖ്ലാസോടുകൂടി. ആര്? മക്കത്തെ മുശ്രിക്ക്. പിന്നെന്താ നരകത്തിൽ പോകാൻ കാരണം? അല്ലാഹ് ഇബ്രാഹിം, അല്ലാഹ് ഇസ്മായിൽ, അല്ലാഹ് മാത്രം. അതാര്? അബൂബക്കർ സിദ്ദീഖ്. അല്ലാഹ് ഇബ്രാഹിം നബി, അതാര്? അബൂ ജഹൽ. നമ്മൾ ആരെ പറഞ്ഞ? അബൂബക്കർ സിദ്ദീഖിനെ പറയുക. നമ്മള് ശണ്ടക്കും കലഹത്തിനും വഴക്കുന്നില്ല, കാര്യങ്ങൾ പറഞ്ഞു വെക്കുക. അപ്പോ പ്രധാനമായും ശിർക്ക് ചെയ്യുന്ന ആൾക്കാരോടും പ്രധാനമായും അവരുടെ ശിർക്കിന്റെ പ്രാർത്ഥന അത് അല്ലാഹു ഗൗരവമായി കണക്കിലാക്കുന്നു. അതോടൊപ്പം അവർ അല്ലാഹുവോട് ദുആയിരക്കുന്നു, അതും അല്ലാഹു പരിഗണിക്കുന്നുണ്ട്. യൂസുഫ് 107-ാമത്തെ ആയത്ത്. മനുഷ്യരിൽ അധികം പേരും അല്ലാഹുവിൽ വിശ്വസിക്കുന്ന അധികം പേരും ശിർക്ക് ചെയ്യുന്നവരാണ്. ശ്രീരാമനെ വിശ്വസിക്കുന്നവരെ പറ്റിയാണോ അത്? നിരീശ്വരവാദികളെ കുറിച്ചാണോ അത്? അല്ലാഹുവേ എന്ന് പറയുന്ന അധികം ആളുകളും ശിർക്ക് ചെയ്യുന്നവരാണ്. മുന്നിൽ കാണുന്നുണ്ട്. എളാപ്പയാണ്, മുത്താപ്പയാണ്, അമ്മായിയാണ്, അമ്മോശനാണ്, വല്യമ്മയാണ്, ഭർത്താവാണ്, ഭാര്യയാണ്. അല്ലേ? അവരെ ശിർക്ക് രക്ഷിക്കലാണ് നമ്മളെ പണി. അതാണ് നമ്മളെ മെയിൻ പരിപാടി. രണ്ടാമത്തോ മൂന്നാമത്തോ കുറെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവരെ രക്ഷിക്കണം. അപ്പോ മൂന്നാമത്തതിന്റെ വ്യാഖ്യാനം, ആയത്തിന്റെ വ്യാഖ്യാനം, നിങ്ങൾക്ക്
നബിയുടെ ദുആ ദഅവത്ത് കിട്ടുന്നുണ്ട്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തെ മുശ്രിക്കിനോട് ദഅവത്ത് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ അങ്ങനെ സ്വീകരിച്ചോ ഇല്ലേ? ഇവിടെ ദുആ എന്നുള്ളത് ദഅവത്ത് എന്നുള്ള അർത്ഥം രണ്ടർത്ഥം വരുന്നുണ്ടല്ലോ. ഈ 3 വ്യാഖ്യാനമാണ് ഉള്ളത്. വിശദ വിവരങ്ങൾക്ക് നമ്മുടെ അമാനി മൗലവിയുടെ പരിഭാഷ വായിച്ചാൽ അപ്പോ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ വിഷയം അവനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നതാണ്. എന്താണ്? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞു. എത്രയോ മനുഷ്യന്മാർ അള്ളാഹ് എന്ന് പറയണേ ഇല്ല. അമുസ്ലിങ്ങൾ അള്ളാഹുവേ എന്ന് പറയുന്നില്ല. ഇനി മുസ്ലിങ്ങളിൽ തന്നെ പലരും പ്രാർത്ഥിക്കുന്നില്ല. എല്ലാവരും അല്ല, കുറെ ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്. ചുണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലേ? ശരി, അതാണ് ഒന്നാമത്തെ വിഷയം. നമ്മള് ഏറ്റവും നീണ്ട പ്രാർത്ഥന ഏതാ? ഏറ്റവും നീണ്ട പ്രാർത്ഥന ഏതാണ്? പറഞ്ഞോളി. നിസ്കാരമാണ്. ഏതാണ്? നിസ്കാരമാണ്. കാരണം നിസ്കാരം തന്നെ ദുആ പേര്. നിസ്കാരത്തിന് തന്നെ ദുആ എന്നത്. ദുആക്ക് നിസ്കാരം എന്ന പേര് അല്ലേ? അല്ലാഹുവേ കേൾക്കണേ എന്നല്ലേ? രണ്ടാമത്തെ ദുആ ഏതാ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അവസാനത്തെ ദുആ എന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹുവേ ഈ ആൾക്ക് നീ സമാധാനവും കരുണയും നൽകണേ. ആമീൻ. നിസ്കാരത്തിന് അതിന്റെ ഇടയിലുള്ള മുഴുവൻ ദുആയാണ്. റുകൂഇൽ മാത്രമാണ് ഫുൾ ദുആ ഇല്ലാത്തത്. അതിൽ തന്നെ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ യഗ്ഫിർ ലി എന്നൊരു കമന്റ് അല്ലേ? ആമീൻ. അപ്പോ നല്ല നിറഞ്ഞ പരന്ന പടർന്ന പന്തലിച്ച ദുആയാണ് നിസ്കാരം. ആ നിസ്കാരം നമുക്ക് അർത്ഥം പഠിക്കണോ വേണ്ടേ? പഠിക്കണം. ബഖറ 43 അല്ലാഹു അരുളി വർകഉ മഅർ റാകിഈൻ. നിസ്കരിക്കുന്നവരുടെ കൂടെ നിസ്കരിക്കുക. ഒറ്റക്കല്ല, ഒറ്റക്കല്ല. ആല ഇമ്രാൻ 43 നമ്പർ ശ്രദ്ധിക്കണേ. 43 43 43 വർകഈ മഅർ റാകിഈൻ. യാ മറിയം. ആരോടാ? മറിയം. വർകഈ മഅർ റാകിഈൻ. നിസ്കരിക്കുന്നവരുടെ കൂടെ നിസ്കരിക്കുക. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ എവിടെയുള്ളത്? ദമസ്കസിലെ മസ്ജിദിൽ. അപ്പൊ ഏതാ മസ്ജിദ്? അള്ളാന്റെ മസ്ജിദോ വേറെ മസ്ജിദോ? അള്ളാന്റെ മസ്ജിദിലാണെങ്കിൽ ഉള്ളിലാണ്. അള്ളാഹു അല്ലാത്തവരുടെ മസ്ജിദിൽ ഭാര്യ ഭർത്താവ് ചെന്നാൽ സ്കൂട്ടർ പുറത്ത്, ചെരുപ്പ് പുറത്ത്, ഭാര്യ പുറത്ത്. നമ്മളെ മസ്ജിദ് ഏതാ? അള്ളാന്റെ മസ്ജിദാണോ വേറെ മസ്ജിദാണോ? അപ്പോൾ നമ്മുടെ സമൂഹത്തോട് തെരഞ്ഞെടുക്കാൻ പറയണം. അള്ളാന്റെ മസ്ജിദ്. പെണ്ണെ നീ നിസ്കരിക്കുന്നവരുടെ കൂടെ നിസ്കരിക്കുക. നിസാ 43 നിസാ 43 അല്ലാഹു എഴുതുന്നത് ലാ തഖറബുസ് സ്വലാ. നിസ്കരിക്കാൻ വരരുത്, നിസ്കാരത്തോട് അടുക്കരുത്. അതെന്താ? നിസ്കരിക്കുന്നു പറഞ്ഞിട്ട് ഇവിടെ നിസ്കരിക്കാൻ വരരുത്. വഅൻതും സുകാറ. ലഹരിയുള്ളവരായിരിക്കെ. ഹത്താ തഅലമൂ മാ തഖൂലൂൻ. നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് വരെ. അപ്പൊ നിസ്കാരത്തിലുള്ളത് അറിയണോ വേണ്ടേ? വേണോ? അപ്പൊ അറിയോ ഇല്ലേ? നമ്മുടെ സമൂഹത്തിന് നിസ്കാരത്തിൽ ചെയ്യുന്നതും ചൊല്ലുന്നതും ഓതുന്നതൊക്കെ അറിയോ ഇല്ലേ? അപ്പൊ നമുക്ക് ഖുർആൻ മുഴുവൻ പഠിക്കാനുള്ള അവസരം എന്താ അറിയോ? ഇമാമോട് പറയാ ഒരിക്കൽ ഓതിയത് പിന്നെ ഓതരുത്. അൽ-ബഖറയുടെ 1-ാമത്തെ പേജ് മുതൽ സൂറത്തുൻ നാസ് വരെ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഓതാൻ പറയാം. 1.5 പേജ് ഒരു റക്അത്തിൽ, 1 പേജ് രണ്ടാമത്തെ റക്അത്തിൽ. അപ്പൊ നമ്മൾക്ക് ഒരു 500 ദിവസം കൊണ്ട്, 400 ദിവസം കൊണ്ട്, ഒരു കൊല്ലം കൊണ്ട് ഖുർആൻ മുഴുവൻ ഇങ്ങനെ കേൾക്കാൻ കഴിയും. അപ്പോ ഇന്നേതാ ഓതിയത്? ഇന്ന് മഗ്‌രിബിന് ഏതാ ഓതിയത്? ഇന്ന് പേശാക്കി ഏതായാലും നിങ്ങൾ മസ്ജിദിൽ എത്തൂല. അതുകൊണ്ട് നിങ്ങൾ ജമാക്കിയിട്ട് 4 റക്അത്ത് നിസ്കരിച്ചിട്ടായിരിക്കും വന്നിരിക്കുക. നാളെ സുബഹിന് ഏതാ ഓതുക? സ്ത്രീകളെ
പറയാം. അതായത് മുസ്ലിമിലെ 705-ാമത്തെ ഹദീസ്, മുസ്ലിമിലെ 705-ാമത്തെ, ജമാഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തി, മദീനയിൽ റസൂൽ ജമാഅത്തി ബൈന മുഹമ്മദ് റസൂലുള്ളാഹി വബഅസ് മഖാമ മുഹമ്മദ്. യുദ്ധമില്ലാതെ, മഴയില്ലാതെ, യാത്രയിലല്ലാതെ മസ്ജിദിൽ ജംആക്കി. അപ്പോ വക്കീൽ റഹിമഹുല്ലാഹ് ചോദിച്ചു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട്, എന്തിനാ റസൂൽ അങ്ങനെ ചെയ്തത്? ലിഅല്ലാ യുഹർരിജ ഉമ്മത്തഹു, തന്റെ ഉമ്മത്തിനെ വിഷമിപ്പിക്കാതിരിക്കാനാണ്. അപ്പൊ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ, മസ്ജിദിലെത്തില്ല അല്ലേ? റസൂലുള്ളാഹിന്റെ ചിത്രമാണ്, ചരിത്രമാണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ആശ്വാസത്തിന് വക നൽകുന്ന കാര്യമാണ്. ജമാഅത്ത് അപ്പോ കുറെ ആൾക്കാരുണ്ടെങ്കിൽ അപ്പൊ തന്നെ 4 ആൾക്കാർ ജമാഅത്താക്കാം. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളെല്ലാം പരിപാടിയൊക്കെ കഴിഞ്ഞ് എത്ര മണിക്കൂർ പോയി, ഒരു 9 മണിക്ക് വീട്ടിൽ പ്രതികരണം ചിലപ്പോ നശിച്ചു പോട്ടെ എന്നതാണ് അല്ലേ? അപ്പോ അത് പറയാൻ ആകെ അവകാശമുള്ളത് അള്ളാഹ്ക്കാണ്. ഒന്നാണ്, അള്ളാഹു പറഞ്ഞാൽ, അള്ളാഹു വഹി നൽകിയാൽ റസൂലുള്ളാഹി പറയും. എന്നാൽ വഹിയില്ലാതെ തന്നെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ അൻ അബാ സുഫിയാൻ, അല്ലാഹുമ്മ അൻ അൽ ഹാരിസ്, അല്ലാഹുമ്മ അൻ സുഹൈബ്, അല്ലാഹുമ്മ അൻ സഫ്വാൻ പഠിച്ചു. അല്ലാഹുവേ അവരെ ശപിക്കണേ. സഹാബത്തൊക്കെ ആമീൻ പറഞ്ഞു. ഇതെന്താ സംഗതി? ഇതാണ് ഖുനൂത്ത്. ഇതാണ് ഖുനൂത്ത്, പ്രാർത്ഥനയാണ്, അള്ളാഹിനോടാണ്. ഇത് എപ്പോഴാ ഓതിയത് ഖുനൂത്ത്? എത്ര നേരം ഇസ്ലാമിലെ ഖുനൂത്ത് ഉണ്ടായിരുന്നത്? 5 നേരം, ഒരു മാസം. അപ്പൊ അതാ ആയത്ത് വരുന്നത് ആല ഇമ്രാൻ 128-ാമത്തെ ആയത്ത്. എഴുതിയോ? ഒരാൾ എഴുതുന്നുണ്ട്, ശരിക്കും എഴുതിക്കൊള്ളു. ആല ഇമ്രാൻ 128. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ മൊയിൽ പിടിക്കുന്നുണ്ട്, അയച്ചു അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ പറഞ്ഞല്ലോ അല്ലേ? 128-ാമത്തെ ആയത്ത് ഇറങ്ങി. എന്താ പറഞ്ഞത്? ലൈസ ലക മിനൽ അംരി ശൈഉൻ, ഇതിനൊന്നും അങ്ങേക്ക് അധികാരം ഇല്ല. അല്ലാഹു അവരെ ശിക്ഷിക്കയോ മാപ്പ് കൊടുക്കുകയോ ചെയ്യാം. അവർ അക്രമികളൊക്കെ തന്നെയാണ്. ആ 4 ആളും ഇസ്ലാമാണ്. റസൂലിന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചാൽ എന്താവും? കേട്ടിട്ടുണ്ട്. സ്വീകരിച്ചാൽ എന്താവും? അബൂ സുഫിയാൻ എത്ര വലിയ ആളാണ്. മൻ ദഖല ദാറ അബീ സുഫിയാൻ ഫഹുവ ആമിൻ. മക്ക വിജയവേളയിൽ റസൂലുള്ളാഹിന്റെ പ്രഖ്യാപനം, അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിച്ചവൻ നിർഭയനാണ്, പേടിക്കണ്ട. ഓ, നമ്മള് വെറുതെ ഉയർത്തുപോട്ടെ എന്താമാര് പറയുന്നത്? വസൂയി പിടിക്കട്ടെ ആണോ? അങ്ങനെ ഒന്നും പറയണ്ട. നമുക്ക് ട്രംപ് ഇസ്ലാം മതം വേണ്ട, മോദി ഇസ്ലാം മതം വേണ്ട. ഗോത്രത്തിലെ ആൾക്കാര് എത്ര പറഞ്ഞിട്ട് നേരെ അറിയില്ല. അപ്പോൾ ദേഷ്യം പിടിച്ച് പോരുകയാണ് സഹാബി തുഫൈൽ. അപ്പോ പറഞ്ഞിട്ട് ഒന്നുകൂടി ചെല്ല്, അല്ലാഹുവേ അവർക്ക് അവരെ മുഴുവൻ ഹിദായത്തിലാക്കണേ, അവരെ മുഴുവൻ കൊണ്ടുവരണേ. അങ്ങനെ ചെന്ന് 100ഓളം കുടുംബങ്ങൾ ഒന്നായി ഇസ്ലാം. ക്ഷമിക്കും, കാത്തിരിക്കും, ആരെപ്പറ്റി വിധി പറയണ്ട. ഒന്നൊന്നാവൂല, ഒന്നൊന്നാവൂല, ഓളൊന്നാവൂല എന്നും പറയണ്ട. അപ്പൊ എന്താ പറഞ്ഞത്? ശാപപ്രാർത്ഥന നമുക്ക് അധികാരമില്ല. പിന്നെ ഉള്ള ഒരു വിഷയമുണ്ട്, അതെന്താണ്? മുബാഹല. അതിനൊക്കെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയങ്ങളാണ്. രണ്ടാമത്തെ തർക്കിച്ച് നമ്മൾ മുബാഹല നടത്തുക, ശാപപ്രാർത്ഥന നടത്തി പിരിയ, അങ്ങനെയൊന്നും പറയാനായിട്ടില്ല. പിന്നുള്ളത് എന്താണ്? വ്യഭിചാര ആരോപണം. ഇണ വ്യഭിചരിച്ചു എന്ന് കണ്ടു എന്ന് പറയാൻ കണ്ടു. സാക്ഷികളെ കൊണ്ടുവരാൻ കഴിയോ? ഭാര്യ വേറെ ആളെ കൂടെ, അല്ലെങ്കിൽ ഭർത്താവ് വേറെ ആളെ കൂടെ, അത് നേർക്കുനേരെ കാണുകയാണ്, സാക്ഷിയൊന്നുമില്ല. അപ്പൊ അവസാനം
നിങ്ങൾ കേട്ടില്ലേ അല്ലേ? 4 പ്രാവശ്യം ഞാൻ സത്യമാണ് പറയണത്, അതല്ല ഞാൻ സത്യമല്ല പറയുന്നെങ്കിൽ അള്ളാഹു എന്നെ നശിപ്പിക്കട്ടെ, എന്റെ നേരെ ശാപം ഉണ്ടാകട്ടെ. അങ്ങനെ അനുവാദമുള്ള സ്ഥലത്ത് മാത്രമേ ശാപപ്രാർത്ഥന നടത്താവൂ. മിണ്ടിപ്പോരുത് കേട്ടോ. അള്ളാഹ് കൊടുക്കട്ടെ. ഇവിടുന്ന് തന്നെ എല്ലാം അള്ളാഹു കൊടുക്കും എന്ന് ചില ആൾക്കാർ പറയും. മാനി വാപ്പാനി അങ്ങനെ ആക്കിയാൽ ഇവിടുന്ന് തന്നെ അള്ളാഹു കൊടുക്കും പറയും. അങ്ങനെയൊന്നും നമ്മൾ പറയണ്ട, കൊടുത്തിട്ടുണ്ട്, എല്ലാം കൊടുക്കുന്നതാണ്. എത്രയും ആൾക്കാർ വാപ്പാനിമാനും ദ്രോഹിച്ചിട്ട് നല്ല ഉത്സാഹമായി ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങോട്ട് വരും, വാ, അവിടുന്ന് കാണാമോ അല്ലേ? അപ്പൊ അവിടെ പിടിപ്പത് കൊടുക്കും. അതും അള്ളാഹു കൊടുത്തെടുത്താലോ, അതും അള്ളാഹു കൊടുത്തെടുത്താലോ. ഭൂമി നിറയെ തെറ്റ് ചെയ്ത് കോടി സ്ത്രീധനം കൊടുത്ത് നശിപ്പിച്ച്, സ്ത്രീധനം വാങ്ങി, സ്ത്രീധനമുള്ള കല്യാണത്തിന് പോയിട്ട് ആ പെണ്ണിന്റെ കണ്ണീരിൽ കുതിർന്ന പെണ്ണിന്റെ വാപ്പാന്റെ വിയർപ്പിൽ കുളിച്ച ആ ഭക്ഷണം തിന്ന് പലിശ, കൈക്കൂലി, വ്യഭിചാരം എല്ലാം ഒക്കെ ചെയ്തു. ചെയ്യാതെ നീ എന്റെ അടുക്കൽ വന്നാൽ അത്രയും പാപമോചനം ഞാൻ നിനക്ക് നൽകും, ഞാൻ നിന്റെ അടുത്ത് അങ്ങോട്ട് വരും. അല്ലേ പറയുന്നത്. അതുകൊണ്ട് ആരെപ്പറ്റി വിധി പറയണ്ട. എന്നാൽ തെറ്റാണല്ലോ, ഒരു ചെറിയ തെറ്റായ. അപ്പോ എങ്ങനെ വെള്ളം കുടിക്കല്? ഇടത്തേക്ക് കണ്ട ആണോ? അല്ല, ഇങ്ങനെ ഇടത്തേക്ക് പിടിച്ചിരുന്ന എർത്ത് കൊടുക്കല. നമ്മളെ ചില ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു പരിപാടി. അറിവുള്ള ആൾക്കാരെ ചെയ്യല് അല്ലേ? അതെന്താ, ഞാൻ വലത്തേക്ക് വേണ്ടി കുടിക്കാമെന്ന് പടച്ചോനെ പറ്റിക്കുക. ആ ചെറിയ കാര്യമായാലും ശരി, അത് തെറ്റാണ്. ഒരു മുടി കാണിച്ചാൽ അത് തെറ്റാണ്. പെണ്ണുങ്ങൾ ശരിയാണെങ്കിൽ താഴെ ലേശാക്കിയ തെറ്റന്നെയാണ്. അതുപോലെ മോശമായ വാക്ക് സംസാരിക്കുക ഒക്കെ തെറ്റാണ് അല്ലേ? അതുകൊണ്ട് നമ്മൾ തെറ്റിനെയൊക്കെ തെറ്റിനെ കാണണം. പക്ഷേ അതൊന്നും അള്ളാഹ് മാപ്പാക്കൂല, അള്ളാഹ് വിടൂല. അള്ളാഹു മാപ്പ് കൊടുത്താൽ കഴിഞ്ഞിട്ടല്ല. അള്ളാഹു മാപ്പ് കൊടുക്കോ ഇല്ലേ? എന്തിനാ നമ്മളെ വാപ്പാനെ പുറത്താക്കിയത്? വാപ്പാനെ എന്തിനാ പുറത്താക്കിയത്? ആദ്യത്തെ വാപ്പാനെ ഒരു പഴം നിന്നിട്ട് അല്ലെ? ആ ഒരു പഴം നിന്നിട്ട് സ്വർഗത്തിന് പുറത്താക്കിയില്ലേ? എന്താണ് 2 ഖബറിൽ ശിക്ഷ ഉണ്ടാകാൻ കാരണം? നമീമത്ത്. എന്താ നമീമത്ത്? എടീ, എന്നെ പറ്റി ഓൻ പറഞ്ഞിട്ട് കേട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അത് തമ്മിൽ പിണക്കുക. പിന്നെയോ മൂത്രിച്ചിട്ട് ശരിക്കും കഴുകിയില്ല. ആളുകളെ ഈ ജീൻസൊക്കെ ഇട്ടിട്ടേ ശരിക്കും കഴുകാൻ കഴിയോ? ചിന്തിക്കണം. ഇറുകിയ വസ്ത്രം ധരിച്ചാൽ മൂത്രിച്ചാൽ ശരിക്കും കഴുകാൻ കഴിയോ? അതിനാണ് ശിക്ഷിക്കുന്നത് ഖബറിൽ അല്ലേ? എന്നിട്ട് ആ ശിക്ഷിക്കപ്പെടുന്ന ആൾക്ക് ശിക്ഷ ഇളവ് കിട്ടാൻ ചില സാധ്യത ഉണ്ടെന്ന നിലക്കാണ് ചെടി നട്ടത്. നമുക്ക് ചെടി നടാൻ അവകാശമില്ല. ഖബറിൽ ചെടി നടരുത്. കാരണം എന്താ? വഴി കിട്ടുന്നില്ല. ഇത് നബിക്ക് വഴി കിട്ടിയതാണ് ഇവിടെ ശിക്ഷിക്കപ്പെടുന്നത്. അപ്പോ നബിന്റെ വക ഒരു ശുപാർശത്ത്, ഈ ചെടി ഉണങ്ങുന്നവരെയെങ്കിലും ശിക്ഷ ഇളവ് കിട്ടിയെങ്കിലോ. നമ്മൾ ചെടി നടേണ്ട ആവശ്യമില്ല. മീസാങ്കല്ല് 1 മതി, 2 വേണ്ട. ഒരു ചാണ് തന്നെ ഒരു മുളകല്ല കേട്ടോ, ഒരു ചാണന്നെ ആകണം കേട്ടാ. ഭാര്യയും മകനുണ്ട്, ഞാൻ മരിച്ചാലും കാരണം ഒരു ചാണാകണം. അതിന് അപ്പുറത്തേക്ക് വേണ്ട. കബറി അള്ളാഹുവിനെ കഴിക്കണം, എല്ലാം ശരിയാക്കണം. അപ്പൊ എന്താ പറഞ്ഞത്? ശിക്ഷക്ക് വലിയ കാരണമൊന്നും വേണ്ട. ഒരു നോട്ടമായാലും ആ ശിക്ഷ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു പിടി ചോറ് കഴിച്ചാൽ ചിലപ്പോൾ അത് പലിശക്കതോ കൈക്കൂലിയിലോ സ്ത്രീധനത്തിലോ ആണെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. ശിക്ഷ എവിടെയാണ്? സ്വർഗത്തിലോ നരകത്തിലോ? എവിടെയാ? നരകത്തിലാണ് അല്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ ശാപപ്രാർത്ഥന നടത്തുന്നതും അതിനെപ്പറ്റി വിചാരിക്കുന്നതും ഒക്കെ വേറെ. ഏറ്റവും എളുപ്പമുള്ള പണി എന്താ? അള്ളാഹുവേ ഹിദായത്ത് നൽകണം. അമേരിക്കയില് ആ മരിച്ചതും ആ നഷ്ടപ്പെട്ടൊക്കെ വെറും മോശപ്പെട്ട ആൾക്കാർക്ക് മാത്രമാണോ? അല്ല, നമ്മുടെ സൗദി രാജകുമാരന് നഷ്ടപ്പെട്ടിരിക്കണം. അവട്ടിന്റെ തറവാട്ടിലാണ്. എല്ലാവരും അവിടെ ഗാന്ധിജിന്റെ ജാർക്ക് പോയപ്പോ അദ്ദേഹം പോയില്ല. ഉച്ചകൂടിക്ക് വന്നിട്ട് എന്താണല്ലത്? ആൺകുട്ടിയല്ലത്. ഞങ്ങളാണ് ഇളയമാന്റെ ആണ്ടിന് 3-നൊക്കെ പോയിട്ട് ചില ആൾക്കാർ ഭക്ഷണം കഴിക്കണം. നമ്മള് പറയലും ചാടിയിട്ടുള്ളത്. അദ്ദേഹം ഒന്നും പറഞ്ഞു നടക്കണില്ല. അദ്ദേഹം പോയില്ല. എന്തൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഇടത്തേക്ക് കൊണ്ട് കുടിച്ചപ്പോ സൽമാൻ രാജാവ് പറയാം വലത്തേക്ക് കൊണ്ട് പിടിക്കും. എന്തൊക്കെ ആ ഉശിരുണ്ടല്ല, ആ ഉണർവ്
അതൊക്കെ കണക്കാക്കണം. ഒരു വാക്ക് പോരെ, അതൊക്കെ ലോകം മുഴുവൻ അറിയല്ലേ. അത് സംഭവിച്ചിട്ട് കുറെ കാലമായി. ഇപ്പോ ഈ 2025 ജനുവരി മാസം 26-ാം തീയതി 8 മണിക്ക് ഈ തണ്ണീർച്ചാലില് നമ്മളത് കേൾക്കുകയാണ്. അള്ളാഹുവേ അദ്ദേഹത്തെ നീ അനുഗ്രഹിക്കണേ. കാരണം നമ്മള് നമ്മുടേതായ കാര്യങ്ങളെല്ലാം ശരിക്കും പറയണ്ട. ശാപപ്രാർത്ഥനന്റെ കാര്യമല്ല, എന്തുവേണം? ഹിദായത്തിന്റെ കാര്യം വേണം. അള്ളാഹുവിന്റെ ഹിദായത്തിന് വേണം. എല്ലാ ശത്രുവും മിത്രമായി മാറണം, അല്ലേ? അപ്പോ 4-ാമത്തെ കാര്യമാണ്. 5, പ്രാർത്ഥനയുടെ ദുആ 2 ഇനങ്ങളാണ്. ഒന്ന് ദുആഉൽ മസ്അല, നമ്മൾ ഓരോ കാര്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. പടച്ചോനെ കാക്കണം തുടങ്ങി ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ കാര്യങ്ങൾക്കും കിട്ടാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ, അതാണ് ദുആഉൽ മസ്അല. രണ്ടാമത്തേത് അദ്ദുആഉ ഹുവൽ ഇബാദ. അദ്ദുആഉ ഹുവൽ ഇബാദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി അഹ്മദിലെ 3712, അബൂദാവൂദിലെ 1479, അബൂദാവൂദ് 1479. അതാണ് ദുആയാണ് ഇബാദത്ത്, അല്ലെ? എല്ലാ ഇബാദത്തിലും എന്തുണ്ട്? ദുആ ഉണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്നാ. എല്ലാ ഇബാദത്തിലും ദുആ ഉണ്ട്. ആരോടാ? അല്ലാഹുവോട്, അല്ലേ? അപ്പോ ഈ 2 തരത്തിലാണ് ദുആകളുള്ളത്. ഒന്ന്, നമ്മളൊരു കാര്യം ചോദിക്കുകയാണ്. മറ്റൊന്ന്, നമ്മൾ ഇബാദത്ത് ചെയ്യാണ്. അതെല്ലാം ദുആയാണ്. എല്ലാ ഇബാദത്തും ദുആയാണ്. ശരി. 6-ാമത്തെ കാര്യം, നമ്മൾ കേൾക്കുമ്പോ അല്ലാഹ്, അത് വേണ്ട, വച്ചണ്ട. ആൾക്കാർ കേൾക്കാൻ വേണ്ടി ദിക്ർ ചെയ്യുന്ന ആൾക്കാർക്ക് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഓരോ തക്ബീറത്തും അങ്ങനെയൊക്കെ ഒന്നും ആവശ്യമില്ല. മെല്ലെ പറഞ്ഞാൽ മതി. ആൾക്കാർ കൂടുതൽ ആണാണോ പെണ്ണിനാ കൂടുതൽ? അല്ലാഹ്. നീ അവിടെ ചെവിട് പൊട്ടനാ. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബുഖാരിയിലെ 2992 യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കയറ്റം കയറുമ്പോ എന്താ പറയേണ്ടത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇറക്കുമ്പോ സുബ്ഹാനല്ലാഹ്. ചെയ്യണ്ടോ? വണ്ടിയിലായാലും എവിടെയാലും ശരി, കയറ്റം കയറുമ്പോ, പ്ലെയിൻ പൊന്തുമ്പോ, താഴുമ്പോ, കേട്ടോ. അപ്പോ ചില ആൾക്കാരിങ്ങനെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ ഒക്കെ പറഞ്ഞു ഉണ്ടായിരിക്കുന്നതാണ്. ഒന്നും എല്ലാം പറയും. നിങ്ങൾ ചെകിട് പൊട്ടനോടല്ല, അടുത്തുള്ളവനോടാണ് പ്രാർത്ഥിക്കുന്നത്. മേലാൽ ഒച്ച പൊന്തണ്ട. പിന്നെ മൈക്കിൽ പറയാമോ? കേൾക്കണം. മറ്റുള്ളവരുടെ അമ്മയും പറയണമെങ്കിൽ കേൾക്കണ്ടേ? അല്ലാതെ ഒരൊറ്റ ഒച്ചയിഞ്ഞ് പൊന്തി പോരും. എല്ലാം പറഞ്ഞു കേട്ടോ. 7, എന്താണ് ദുആ കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, ഒന്നാമത് നമ്മൾ ആദ്യം പറഞ്ഞു സമാധാനം. അത് കിട്ടുന്ന പ്രാർത്ഥനയാകണം നിർവഹിക്കേണ്ടത്. നമ്മൾക്കിടങ്ങേറാകരുത്, കേൾക്കുന്ന ആൾക്കാർക്കും സമാധാനം കിട്ടണം കേട്ടോ. 8-ാമത്തെ കാര്യം, വിഷമങ്ങൾ അങ്ങനെ നീങ്ങണം. പ്രാർത്ഥന ഓർമ്മയില്ലേ? അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു തുടങ്ങിയ നാസിയത്തി ബിയദിക മാലിൻ ഫീ ഹുക്മുക ഒക്കെ പറഞ്ഞ മനോഹരമായ പ്രാർത്ഥന. എന്താ പറഞ്ഞത്? അല്ലാഹുവേ, അൻതജഅലൽ ഖുർആന റബീഅ ഖൽബി, എൻ്റെ ഹൃദയത്തിന്റെ വസന്തമാക്കണേ ഖുർആനെ. ആ മുസൈഫെ അത് നമ്മുടെ ഹൃദയത്തിന്റെ വസന്തം എന്ന് പറഞ്ഞാല് പൂക്കളൊക്കെ വിടരുന്ന, മണം പരത്തുന്ന, ആ വേനലല്ലാത്ത, മഴയല്ലാത്ത, തണുപ്പല്ലാത്ത മിതശീതോഷ്ണ കാലാവസ്ഥയാകണം. അപ്പൊ അങ്ങനെ ആകണം എന്നാ പറയുന്നത് ഖുർആനെ കുറിച്ച്. എന്റെ ഹൃദയത്തിന്റെ പ്രകാശമാകണം, എന്റെ ഹൃദയത്തിന്റെ പ്രകാശമാകണം. പിന്നെയോ എന്റെ എല്ലാ ദുഃഖവും നീങ്ങണം. എന്റെ വിഷമങ്ങള്, മൂഡൌട്ട്, അതൊക്കെ മാറണമെന്നാ പറയുന്നത്. ഇതൊക്കെ ആകണം ഖുർആനാണ്. ഖുർആനാണ് ഓതിയാൽ, നമ്മളങ്ങ് പ്രാർത്ഥിച്ചാൽ
ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ റസൂൽ പറയാണ് ഇല്ലാ അദ്ഹബല്ലാഹു ഹമ്മഹു വഹുസ്നഹു, ഓന്റെ വിഷമവും മൂടൊക്കെ മാറും. വഅബ്ദലഹുല്ലാഹു ഖൈറാ, ഇതിനേക്കാൾ നല്ലത് അല്ലാഹു കൊടുക്കുന്നവന്. അള്ളാന്റെ വാഗ്ദാനങ്ങളെ കുറിച്ച്, റസൂലിന്റെ വാഗ്ദാനങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അത് കിട്ടിയില്ലെങ്കിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. ആർക്ക്? അങ്ങോട്ടോ കേട്ടോ, ഇങ്ങോട്ടോ ഒരു എല്ലാം അടി കൊണ്ടുമ്പോൾ 3 പേരിലും കേട്ടാണ്. നമുക്കെന്തോ കുഴപ്പമുണ്ട്. അതുകൊണ്ട് ഉഷാറായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. വിഷമങ്ങളൊക്കെ നീങ്ങണം. 9ാമത്തെ കാര്യം അസൂയല്ലാതാക്കണം. അസൂയല്ലാതാക്കണം. അത് ഖുർആനിലെ സൂറത്തുൽ നിസാഇലെ ആയത്ത് 32ാമത്തെ ആയത്ത് 21 മുതൽ ഈ ആയത്തുകളൊക്കെ വിവാഹവുമായി ബന്ധപ്പെട്ടതാണ്, അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോ മോക്കെത്ര കിട്ടല്? പൗതി. അപ്പൊ എന്ത് ഇബ്ലീസ്? സ്ത്രീധനം കൊടുപ്പിക്കുകയാണ്. സ്ത്രീധനം കൊടുപ്പിച്ചിട്ട് അനന്തരാവകാശ നിയമത്തെ അട്ടിമറിക്കുകയാണ്. അല്ലെ? 2 കുട്ടിയും ഒരു മകനും ഒരു മകളും 1,00,000 റുപ്യ ഉണ്ടാകെ 1,00,000 റുപ്യ ഉണ്ടാകെ 1-2 ലക്ഷം റുപ്യ ആദ്യം സ്ത്രീധനം കൊടുക്കണം. പിന്നെ വലിയ അനന്തരാവകാശം ഉണ്ടാവില്ല. ഉണ്ടാവുമ്പോ തന്നെ എത്ര പകുതി കിട്ടുകയും ചെയ്യും. 1,00,000-ൽ 2 വരി എങ്ങനെ വെക്കല്? 60,000 മകനും 30,000 മകൾക്കും. അപ്പൊ 1,30,000 മകൾ കിട്ടി. ഒന്ന് ഹറാമായ സ്ത്രീധനം, ഒന്ന് ഹറാമായ സ്ത്രീധനം, ഒന്ന് ഹലാലായ 30 റുപ്യ. മറ്റൊരു എത്ര കിട്ടിയ? 60 റുപ്യ. അപ്പൊ അനന്തരാവകാശ നിയമത്തെ അട്ടിമറിച്ചോ ഇല്ലേ? അല്ലാഹു സൂറത്തുൽ നിസാഇൽ 32ാമത്തെ ആയത്തിൽ പറയാണ്, വലാ തതമന്നൗ മാ ഫദലല്ലാഹു ബിഹി ബഅദകും അലാ ബഅദ്. ചിലരെക്കാൾ മറ്റു ചിലർക്ക് അധികം കിട്ടിയത് നിങ്ങൾ മോഹിക്കരുത്. ഇർജാലി നസീബുൻ, ആണുങ്ങൾക്ക് ചില ഓഹരിയുണ്ട്. വലിനിസായി നസീബുൻ വസ്അലുല്ലാഹ മിൻ ഫദ്ലി, അല്ലാഹുവോട് ചോദിച്ചു. ആ പ്രാർത്ഥനയോട് കൂടി നമുക്ക് സമാധാനമാകും. കണ്ണുകടി, അസൂയ, എല്ലാ അസൂയയുമാണ്. ഓ കണ്ടില്ലേ അവന്റെ പ്രധാനം, ബില്ലിങ്, ഉളബദ്ധ, അല്ലേ? ആ സമ്മേളനങ്ങളില്ല അത്രയൊന്നും ആളുണ്ടാവില്ല. അത്രയൊന്നാണ്. നമ്മളൊരു പരിപാടിക്ക് ഒരു 450 കസേര ഉണ്ട്. പിന്നെ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പൊ ഒരാൾ പറയാം ഒരു 250 ആളുണ്ട്. അസൂയല്ലേ? അല്ലേ? അളക്കണോ? വേണ്ട. എന്തിനാ അസൂയ? നന്മകളൊക്കെ തിന്നുകളയും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അതാണ് ചോദിക്കാൻ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എല്ലാം. അതുകൊണ്ട് സമാധാനമായിട്ട് ജീവിക്കണം. യാതൊരു തരത്തിലുള്ള അസൂയയുടെ ഒരംശവും നമുക്ക് വേണ്ട. അപ്പോ മറ്റുള്ളവരുടെ നന്മകളെ കുറിച്ച് സംസാരിക്കും, നമുക്ക് സമാധാനം കിട്ടും. മറ്റത് ആ വീട്ടിൽ പോയിട്ട് വന്നാൽ പിന്നെ ഒരു മുഴുവൻ ആ വീടെന്താ രസല്ലേ, ആ കുട്ടി എന്താ രസല്ലേ. പിന്നെ അവിടെ നോക്കുമ്പോൾ പഴയ കഞ്ഞി, പഴയ പാത്രം, പഴയ ചോറും, പഴയ കിടക്കിയും, പഴയ കട്ടിലും, പഴയ മുട്ടയും കൊതുകും തന്നെയാണതില്ലേ. അപ്പോ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ അവിടുത്തെ വീടും പറിച്ച് പോരരുത്, അവിടുത്തെ കുട്ടിനെയും കൊണ്ട് തട്ടിക്കൊണ്ട് വരരുത്, അവിടുത്തെ പെയിന്റ് കൊണ്ട് പോരരുത്. നമ്മുടെ പഴയ വീട്ടിൽ പോരാണ് കേട്ടോ. അതുകൊണ്ട് അസൂയ മുഴുവൻ ഒഴിവാക്കണം പ്രാർത്ഥിച്ചാൽ. 10 കോപം എല്ലാ കോപവും ഇല്ലാതാക്കണം. ദേഷ്യം മാറണം. ദുആ നിർവഹിച്ചില്ലെങ്കിൽ, ഒരാള് അള്ളാഹുവോട് ദുആ ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹു നമ്മളോട് കോപിക്കും. അള്ളാന്റെ കോപം അല്ലാതാകണം, നമുക്ക് അള്ളാന്റെ കോപം അല്ലാതാകണം. തിരുപ്പതിയിലെ 3373 ഹദീസ്. നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ അള്ളാഹു നമ്മളോട് കോപിക്കും. അപ്പൊ നമുക്ക് കോപമില്ലാതാകണം. നമുക്ക് അള്ളാഹുവിന്റെ കോപമില്ലാതാകണം, നമ്മുടെ കോപം തണുക്കണം. നമ്മൾക്ക് വലിയ മുതലാളിയായിട്ടത് മറ്റൊരുക്കാരാണത് മൊയ്തീൻ, അത് മറ്റൊരുക്കോ റിബായി, മറ്റൊരുക്കോ ശ്രീരാമൻ, മറ്റൊരുക്കോ ഈസാൻ. യോഗ്യതൊന്നുമില്ല. എല്ലാം ഉള്ളവരായ നമ്മളുടെ റബ്ബിന്റെ അടുക്കലാണ് നമ്മൾ ചോദിക്കേണ്ടത്. തന്നാലും ഇല്ലെങ്കിലൊക്കെ നമുക്ക് ഗുണം അല്ലെ. അതാണ് 11ാമത്തെ കാര്യം. നമ്മൾ ചോദിച്ചാൽ അത് 3 വിധത്തിലാണ്. നിങ്ങൾ ആ ഹദീസ് കേട്ടിട്ടുണ്ട്. ഒന്നെന്താ? 1 ഇവിടെ തന്നെ തരും, 2 പരലോകത്തുനിന്ന് തരും,
ഇവിടെ നമ്മളെന്താ ചോദിക്കുക, പടച്ചോനൊരു വീട് വേണം. ആ വീട് കുറച്ചത് കഴിഞ്ഞാൽ പിന്നെ തേച്ചിന് എനിക്ക് നടക്കാൻ കഴിയാതാവുകയാണ്, അത് പിന്നെ പൊട്ടുകയാണ്, അത് പിന്നെ നാറ്റം വരികയാണ്, പിന്നെ നമുക്ക് വേണ്ടാതാകുകയാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലെങ്കിലോ കൊണ്ട് പോലെ കൊണ്ടു നടക്കാൻ കഴിയും. പരലോകത്ത് വരികയാണെങ്കിലോ കോടി 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 രൂപയല്ല ഒരു വീടിന്റെ വില ആണോ? അല്ല. മൂന്നാമത്തെ എന്താണ്? ചോദിച്ചത് ഒന്നാണ്, തന്നത് അള്ളാഹു ചിലപ്പോൾ വേറൊന്നായി. 3 വിധത്തിലാണ്. ഇമാം അഹ്മദിന്റെ 10749 3 വിധത്തിലാണ് പ്രാർത്ഥന. കൂലി എന്തായാലും ഉണ്ട് കേട്ടോ, ഇതിന് പുറമെയാണ്. പടച്ചോനെ തരണേ, കുട്ടിയെ തരണേ, കുട്ടിയെ തന്നെ പറഞ്ഞോളി, വീട് തരണേ പറഞ്ഞോളി, രോഗം മാറ്റണേ പറഞ്ഞോളി, എന്തും ദുനിയാവിൽ ഏത് കാര്യം, ആഖിറത്തിൽ ഏത് കാര്യം പറഞ്ഞോളി. പക്ഷെ ആഖിറത്തിലെ കാര്യം ഏറ്റവും കൂടുതൽ പറയേണ്ടത്. അത് തന്നോ ഇല്ലെന്നല്ല നമ്മൾ അറിയുന്നില്ല. പടച്ചോനെ ഒരു കുട്ടിയെ തരണേ, കൊച്ചിഞ്ഞപ്പോ നമ്മുടെ ഭാര്യയ്ക്ക് കയറുന്നു, ഓക്കെ, പടച്ചോനെ ഒരു വീട് വേണം. അങ്ങനെ ഒരു സഹോദരി പറഞ്ഞു, ചിലപ്പോഴൊക്കെ ഭക്ഷണം അല്ലാതെ ഉള്ളൂ. അപ്പോ ഭർത്താവിനെ വിളിച്ച് പറയുന്നതിന് മുമ്പ്, പാപ്പാനെ വിളിച്ച് പറയുന്നതിന് മുമ്പ് റബ്ബിനോട് പറയും, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഉളയോ തക്കാളിയോ അരിയോ എന്തെങ്കിലും കൊണ്ട് അള്ളാഹുവിനെ ഗ്രഹിക്കണം. നല്ല തവക്കുൽ വേണം. നമുക്ക് എന്തും ചോദിക്കാം. ആ ചോദിക്കുന്നതിന് കൂലിയുണ്ട്, തന്നെങ്കിലും. പക്ഷെ തന്നെങ്കിൽ നമ്മളെന്താ പറയാ, അങ്ങനെ ആകരുത് നമ്മൾ പറയുന്നത്. അതിനെപ്പറ്റി നമ്മൾ പറയാൻ ഇഷ്ടമാണ്. അപ്പോ 3 വിധത്തിലാണ്. പിന്നെ അത് കൂലി കിട്ടുന്നതായിട്ട് പറഞ്ഞേ. ഒന്നെന്താണ്? തരും. രണ്ടെന്താണ്? പരലോകത്തേക്ക് നീക്കും. മൂന്നെന്താ? ചോദിച്ചതല്ലാത്തത്. കുട്ടിയെ ചോദിച്ചത്, തന്നത് വീടാ ചോദിച്ചത്, ഇത് കുട്ടിയെ തന്നത്. അല്ലെങ്കിൽ എന്താണ്? നമുക്ക് ഏതൊക്കെ ആകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. 12ാമത്തെ കാര്യം, നമ്മള് പ്രാർത്ഥിക്കുമ്പോ പടച്ചോനെ തന്നെ ഞാൻ പോവാ അസ്സലാമു അലൈക്കും ആണോ? അല്ല. പിന്നെയോ ധാരാളം പ്രാർത്ഥിക്കുക. ഒരേ കാര്യം തന്നെ പിന്നെയും ഒരു 10 റുപ്യാണ് വാപ്പ കൊടുത്ത് പിന്നെയും 10 റുപ്യക്ക് എന്ന് ചിലപ്പോൾ പറയാൻ തോന്നും ചിലപ്പോൾ, അല്ലേ? അള്ളാഹുവിനോ ഭയങ്കര ഇഷ്ടമാണ്. എത്രയേറെ പ്രാർത്ഥിച്ചാലും അള്ളാഹുവിനത് ഇഷ്ടമാണ്. അതുകൊണ്ട് നിരന്തരമായി പ്രാർത്ഥിക്കുക. കാരണം ഇബ്നു ഹിബ്ബാൻ 2403 ഹദീസ്. ഇബ്നു ഹിബ്ബാൻ 2403 ഹദീസ്. എന്താ പറയുന്നത്? ധാരാളമായി പ്രാർത്ഥിക്കുക. 13 നമുക്ക് ദുനിയാവിന്റെ കാര്യം പ്രാർത്ഥിക്കാമോ? റബ്ബന ആതിന എന്ന് പറഞ്ഞേ, ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബൻ. ഏറ്റവും കൂടുതൽ റസൂൽ പ്രാർത്ഥിച്ചത് ഏതാണ്? ഈദ്. അത് എവിടെ? ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത്. അതെവിടെയാ? തവാഫ് ചെയ്യുമ്പോൾ, അല്ലേ? തവാഫ് ചെയ്യുമ്പോൾ ഒരു 10-20 പ്രാവശ്യം അത് പ്രാർത്ഥിക്കാൻ ഒരേ തവാഫിൽ നമുക്ക് സാധിക്കുന്നു, ഒറ്റവട്ടത്തിൽ. പിന്നെ അങ്ങനെ ചെയ്യും. അപ്പോ നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ദുനിയാവിന്റെ കാര്യം പ്രാർത്ഥിക്കുക. ചില ആൾക്കാർ പറയും, എന്താ ഈ ദുനിയാവിന്റെ കാര്യം പ്രാർത്ഥിക്കുന്നു? പ്രാർത്ഥിച്ചോളി, കുഴപ്പമില്ല. പക്ഷേ ആഖിറത്തിന് മുൻഗണന നൽകണം. 14 പ്രാർത്ഥിക്കുമ്പോ അള്ളാഹുവെ അനിഷ്ടമേകില്ല എന്നാകരുത്. ഇൻഷിത്ത എന്ന് നമ്മൾ പറയാനേ പാടില്ല. അത് അതപുകേടാണ്. നമുക്ക് വേണ്ടത് എങ്ങനെയാകണം? അത് വളരെ ഉറപ്പിച്ച് ചോദ്യം ഉറപ്പിച്ചുകൊണ്ടാകണം. പിന്നെയോ ആഗ്രഹം വളരെ മഹത്തരമാകണം. നല്ല ആഗ്രഹമാണ്, നല്ല ഭൂമി ഉണ്ടാകണം. പ്രത്യേകിച്ച് സ്വർഗം ചോദിക്കുമ്പോ ഏതാ ചോദിക്കേണ്ടത്? ഫിർദൗസ്, അല്ലേ? അപ്പോ 1 ഉറപ്പിച്ചു പറയണം. 2 ചോദ്യം മഹത്തരമാക്കണം. മുസ്ലിമിലെ 2679. അള്ളാഹു എന്ത് തന്നാലും അള്ളാഹ്ക്കത് ചെറുതാണ്, ഞമ്മക്കോ അത് വലുതാണ് കേട്ടോ. 14 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അനുസരിച്ച് ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും അള്ളാഹുവിനോട് തരണം. ചെരുപ്പത്തിലേക്ക് പോയാൽ മതി, തുന്നിയാൽ മതി നമ്മള്. പക്ഷേ ആദ്യം അള്ളാഹുവിനോട് പറയാ. എന്താ കാരണം? അള്ളാഹു അള്ളാഹു എളുപ്പമാക്കിയില്ലെങ്കിൽ അത് എളുപ്പമാവില്ല. അള്ളാഹു എളുപ്പമാക്കിയില്ലെങ്കിൽ അത് എളുപ്പമാകൂല. 17 പിന്നെ ഹിദായത്തിന്റെ പ്രാർത്ഥന. അതാണ് നമ്മുടെ ഫാത്തിഹയിലെ അവസാനത്തിൽ, അല്ലേ?
അള്ളാഹു പറഞ്ഞതായി തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മുസ്ലിമിലെ 2577. യാ ഇബാദി, എൻ്റെ അടിമകളെ, കുല്ലുക്കും ളാൽ, നിങ്ങളെല്ലാവരും വഴിപിഴച്ചവരാണ്. ഇല്ലാ മൻ ഹദൈതുഹു, ഞാൻ ഹിദായത്ത് നൽകിയ ആൾക്കാരൊഴികെ. അതുകൊണ്ട് ഫസ്തഹ്ദൂനി, എന്നോട് ഹിദായത്തിന് തേടണം. ആ ഹദീക്കും ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകും. ഇന്നലെ മസ്ജിദിൽ ഉണ്ടായിരുന്നു, ഇന്ന് മുതൽ കാണാനില്ല. കഴിഞ്ഞ ആഴ്ച മക്കനുണ്ടായിരുന്നു. അപ്പൊ ഇബ്ലീസ് വന്നിട്ട് ഓളെ കെട്ടി. അപ്പൊ ഓം കൊടുത്തയച്ചത് ഒരു തുണി കഷ്ണം, അതിങ്ങനെ ഇട്ടിട്ട് പിന്നെ അങ്ങനെ മുടിയൊക്കെ കാണിച്ചിട്ടാണ് ഓള് വരുന്നത്. നല്ല താടിയൊക്കെ ഉണ്ടായിരുന്നു. ദിവസം കല്യാണം വടിച്ചു. എന്ത് പടച്ചോൻ? പ്രശ്നം ഉണ്ടായപ്പോ ഓള് പറയണം എന്ത് പടച്ചോൻ, എന്ത് ഭഗവതൊക്കെ നാളെയല്ലേ തർക്കണ്ടാവുമ്പോഴേ. ഹിദായത്ത് ഒരു നേർത്ത മൂല്യതയിൽ ഇങ്ങനെ കെട്ടിപ്പറ്റുകയാണ്. അതാണ് പോകാൻ അത്ര കൂടുതൽ വേണ്ട. എന്റെ ഭാര്യ ആത്മഹത്യ ചെയ്യോ? ഉളക്കം നല്ല ഖുർആന്റെ നടുക്കണ്ടാണെന്ന് പറയും. ഒരു സഹാബി ആത്മഹത്യ ചെയ്തില്ലേ? പിന്നെ നമ്മളൊന്നും പറയാനില്ല. അതുകൊണ്ട് എപ്പോഴാണ് അള്ളാഹുവിന്റെ പൊരുത്തം, അള്ളാഹുവിന്റെ പിടുത്തം, അവന്റെ കയറ് നഷ്ടപ്പെടുക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു ഖത്തീബ് ആത്മഹത്യക്കെതിരെ പ്രസംഗിച്ചു. പിറ്റേന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അള്ളാഹു എന്താ സ്ഥിതി? അണ്ടേ മുട്ടുകണേ. ഇനി എന്തിനാ ജീവിച്ചിരിക്കണേ? മാപ്പിള വേറെ പെണ്ണെട്ടിയെന്ന് കേട്ട് അപ്പോ തുണി, അല്ലെങ്കിൽ എന്തെങ്കിലും കേട്ടു. അവിടെ ഹിദായത്ത് നഷ്ടപ്പെടുക. ഏത് ചെറിയ കാര്യത്തിലും ഹിദായത്തുണ്ട്, വലിയ കാര്യത്തിലും ഹിദായത്തുണ്ട്. അപ്പൊ എന്താ പറയുന്നത്? അല്ലാഹു ഖുദ്സിയായ ഹദീസാണ് ഇത്. നിങ്ങൾ എന്നോട് ഹിദായത്തിനെ ചോദിക്കണം. 2, കുല്ലുക്കും ജായിഅ, കുല്ലുക്കും ജായിഅ. 10ാമത്തെ കാര്യം, നിങ്ങളെല്ലാവരും വിശക്കുന്നവരാണ്. ഇല്ലാമൻ അത്അംതുഹു, ഞാൻ ഭക്ഷണം കൊടുത്തവനല്ലാതെ. ആരാ ഭക്ഷണം തരുന്നത്? അല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ. അന്നം തരുന്നത് ആരാ? അല്ലാഹുവാണ്. അല്ലേ? ആരുടെ കയ്യില? ഭർത്താവിന്റെ കയ്യില, ബാപ്പാന്റെ കയ്യില, മകന്റെ കയ്യില, ഗവൺമെന്റിന്റെ കയ്യില. പക്ഷെ അല്ലാഹുവാണ് തരുന്നത്. അത് മറക്കണ്ട. നന്ദി ഭർത്താവിനോട് വേണം, ബാപ്പാനോട് വേണം, മോനോട് വേണം, പക്ഷേ അള്ളാഹിനോട് വേണം. കാരണം അള്ളാഹ് ഏൽപ്പിച്ചിട്ടാണ്. കുല്ലുക്കും ജായിഅ, ദുആ ഇറക്കണം. പടച്ചോനെ ഒരു വസ്ത്രം വേണം, പടച്ചോനെ ഭക്ഷണം തരണം എന്ന്. ഇനി അള്ളാഹു പറയാണ്, യാ ഇബാദി, എന്റെ അടിമകളെ. ആരാ? ഹിന്ദുവേ, മുസ്ലിമേ, ക്രിസ്ത്യാനി, നിരീശ്വരവാദി, നിർമ്മലവാദി. ലൗ അന്ന അവ്വലക്കും വആഖിറക്കും, നിങ്ങൾ ആദ്യത്തെ ആൾ മുതൽ അവസാനത്തെ ആൾ വരെ, വഇൻസക്കും വജിന്നക്കും, മനുഷ്യരും ജിന്നുവർഗവും എല്ലാവരും, ഖാമു ഫീ സഈരിൻ വാഹിദ്, ഒരൊറ്റ മൈതാനത്തിൽ നിൽക്കുകയാണ്. ആദം നബി മുതൽ അവസാനത്തെ മനുഷ്യർ വരെയും ജിന്ന് വർഗം മുഴുവൻ. നമുക്ക് ജിന്നുമായിട്ട് ഒരു ബന്ധമില്ല. ഉണ്ടോ? ജിന്നിനോട് നമ്മൾ ഇസ്തിഗാസ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ചെയ്യാൻ പാടുണ്ടോ? ഇല്ല, ശിർക്കാണ്. അല്ലേ? അപ്പോ നമ്മള് അള്ളാഹു പറയാണ് എല്ലാരെയും വിളിച്ചു കൂട്ടി. എന്നിട്ട് അവർ ഓരോരുത്തർ ചോദിക്കുകയാണ്, ചോദിച്ചതൊക്കെ കൊടുക്കുകയാണ്. ആദ്യം ഒരു കുട്ടി ചോദിച്ചതാണ് ഒരു കാർ വേണം. അപ്പൊ മറ്റൊന്ന് ചോദിച്ചു, അപ്പൊ 10 BMW വേണമെന്ന്, 1000 വീട് വേണമെന്ന്, 10,000 കോടി വേണമെന്ന് കൊടുത്ത് എല്ലാവർക്കും ഞാൻ കൊടുക്കുകയാണ്. എന്നിട്ട് എന്റെ പക്കലുള്ള സമ്പത്തിൽ നിന്ന് കുറയുന്നത് കടലിൽ ഒരു നൂല്, കടലിൽ ശാന്തസമുദ്രത്തിൽ ഒരു നൂല് ഇട്ട് എടുത്താൽ ആ നൂലുമ പറ്റി പിടിച്ച എത്രയാണ്? ആ ഒരു തുള്ളിന്റെ കഷ്ണം വെള്ളം അല്ലാതെ എന്റെ സമ്പത്തിൽ നിന്ന് കുറയില്ല. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു വലിയ മുതലാളിയാണ് പ്രഭു. പക്ഷെ ഓൻ എല്ലാവർക്കും ഇങ്ങനെ ഫുള്ള് കൊടുക്കല. അതിന് കൊടുത്താൽ ഇങ്ങനെയാവുള്ളൂ. അപ്പൊ അല്ലാഹു നമുക്ക് സ്വർഗത്തിൽ കരുതി വെച്ചിരിക്കുന്നത് എത്രയാണ്? എന്നിട്ടാണോ ബേജാറാകുന്നത്?
ആലോചിച്ചാൽ ആലോചിച്ചാൽ അറ്റല്ല മാറ്റല്ലാത്ത ആലോചിക്കണ്ട അല്ല ആവശ്യമുണ്ടോ ഉണ്ടാവും എന്താ അല്ല ഞാൻ ആലോചിക്കും എന്താ ആലോചിക്കണം അങ്ങനെ കാട് കയറി ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ശാന്തമായി നമുക്ക് ആവശ്യമാണ് രണ്ട് കാലമൊക്കെ ആളെ സ്ഥലം മക്കൾക്ക് തിരക്കുണ്ടോ എന്ന് ചോദിക്കും ആൾക്കാർ ഹറമിൽ തിരക്കുണ്ടോ എന്ന് ചോദിക്കും രണ്ട് കാലം വെക്കാൻ സ്ഥലം ഉണ്ടാവും തിരക്കൊന്നുമില്ല എന്താ എന്താ തിരക്ക് എന്താ ക്ഷീണം എന്താ ദാഹം തൊലിയിൽ വെള്ളം പറ്റിയാണ് എന്നൊക്കെ ഒരുപാടൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ദുനിയാവിൽ അള്ളാഹു വലിയ മുതലാളിയാണ്, അവന്റെ കയ്യിൽ എല്ലാം ഉണ്ട്. മുസ്ലിമിലെ 2577 ഹദീസ് ഒന്നുകൊണ്ട് എഴുതിയേക്കണം കേട്ടോ. ഈ ഹദീസ് എല്ലാം ഒന്നും തന്നെ തനിത്തങ്കങ്ങളാണ്. അപ്പോ നമ്മള് എത്രയും ചോദിക്കാം. അനസ് റളിയല്ലാഹു അൻഹുവിനെ ഉമ്മു സുലൈമ എന്ന ചരിത്ര പ്രസിദ്ധയായ സഹാബി വനിത റസൂലിന്റെ അടുക്കൽ സേവനം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നാക്കുമ്പോൾ ഇതാ എന്റെ മകൻ, നിങ്ങൾ ഇവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അല്ലാഹുവേ കൂടുതൽ മക്കളെയും കൂടുതൽ സമ്പത്തിനെ നീ കൊടുക്ക്. അമീൻ അമീൻ പറഞ്ഞേ. എന്താ രസല്ലേ, കൂടുതൽ മക്കൾ പറയുമ്പോൾ ചില പെണ്ണുങ്ങൾക്ക് ഛർദ്ദിക്കാൻ വരും. അങ്ങനെയാണോ? റസൂൽ പറഞ്ഞെന്താണ്? ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകളെ കല്യാണം, അൽ വലൂദ് ധാരാളം സ്നേഹിക്കുന്ന. ഏത് പെണ്ണും പറയും എന്റെ ഭർത്താവിനെ ഞാൻ സ്നേഹിക്കുന്ന പോലെ ലോകത്തൊരു ഭർത്താവിനെയും ആരും സ്നേഹിച്ചിട്ടുണ്ടാവില്ല. ഇതിന്റെ ബാക്കി എന്താ? അൽ വലൂദ് ധാരാളം പ്രസവിക്കുന്ന. അപ്പൊ ഉമ്മമാരെ ഏറ്റവും കൂടുതൽ പ്രസവിക്കുക, ഏറ്റവും കൂടുതൽ മക്കൾ ഉണ്ടാവുക. അതെ, അപ്പൊ റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ അക്സിർ മാലഹു വവലദഹു. അല്ലാഹുവേ കൂടുതൽ മക്കളെയും കൂടുതൽ സമ്പത്തിനെയും നൽകണേ. എന്നിട്ട് 200ഓളം പേരക്കുട്ടികളെന്നൊക്കെ കൈക്ക് ആക്കിയ അനസ് റളിയല്ലാഹു മദീനയിലെ ഏറ്റവും വലിയ സമ്പന്നനായി ഏറ്റവും കൂടുതൽ മക്കളുള്ളവനായി ആ സഹാബിമാർ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ ചോദിക്കാം, എല്ലാവർക്കും അങ്ങനെ തരുമെന്നല്ല, പക്ഷേ നമുക്ക് ചോദിക്കാതെ ചോദിക്കാം. അതാണ്. അപ്പോ 21 നമുക്ക് റബ്ബിനോട് ദുആയിരക്കുന്നത് ഒരു ആയുധമാണ്, നമ്മുടെ ഒരു പടച്ചട്ടയാണ്, നമ്മളെ സംരക്ഷണമാണ്, കവചമാണ്. അതുകൊണ്ട് ആയുധത്തിന് നല്ല മൂർച്ച വേണം, ഉറപ്പ് വേണം. ആ നിലക്കാണ് 22ാമത്തേത് നമുക്ക് റബ്ബിനോട് മാത്രമേ, ഇനി 5-6 മിനിറ്റ് കൂടി ബാക്കിയുള്ളൂ, റബ്ബിനോട് മാത്രമേ നമുക്ക് ദുആ ചെയ്യാൻ പാടുള്ളൂ. ഉറപ്പാണല്ലോ അല്ലേ? അല്ലാഹു അല്ലാത്ത ആരോടുമുള്ള ദുആ ശിർക്കാണ്. ഈ തൗഹീദ് ഒന്ന് ലളിതസുന്ദരമായി മധുരമനോഹരമായി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ്? അല്ലാഹു അല്ലാതെ ഇലാഹില്ല. ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാധനക്ക് അർഹൻ അല്ലെ, ഇബാദത്തിന് അർഹൻ. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാധന. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദുആഉ ഹുവൽ ഇബാദത്ത്. ദുആയാണ് ഇബാദത്ത്. അപ്പൊ ദുആയാണ് ഇതിന്റെ കാമ്പും കടമ്പും അല്ലേ? ആണ്. അപ്പോ ആരോട് ദുആ ചെയ്യണം? മഅ്ബൂദിനോട്, ഇലാഹിനോട്. അതാരാണ്? അല്ലദീ ഖലഖക്കും. ബഖറ 21. അല്ലദീ ഖലഖക്കും, നിങ്ങളെ പടച്ച, വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും പടച്ച. ത്രേതായുഗത്തിലാണ് ശ്രീരാമൻ, ദ്വാപര യുഗത്തിലാണ് ശ്രീകൃഷ്ണൻ, 2025 കൊല്ലം മുമ്പാണ് ഈസാ നബി, 1983 ഫെബ്രുവരി 23 മനമ്പത്ത ബീവി, 1000 കൊല്ലം മുമ്പാണ് മൈദീൻ ചെയ്ത്, 900 കൊല്ലം മുമ്പാണ് റിഫായി ചെയ്ത്, 59 മീലാനുദ്ദീൻ പാപ്പ, വേങ്ങര കോയപ്പാപ്പ, അജ്മീർ ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി, ഏർവാടി സുൽത്താൻ ബാദുഷാ ഇബ്രാഹിം, നാഗൂർ ഷാഹുൽ ഹമീദാണവര്, കൊല്ലത്തെ മയ്യത്തുങ്കര ശ്രോതാക്കള്, കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരമറ്റം കരീദൗലിയ, മമ്പറം സൈദലവി ദിലവി തങ്ങൾ, വിജയക്കോട് മഹദാവി, ഉള്ളാളം സൈദലവി ദിലവി ഉള്ളാളം തങ്ങള്, മംഗലാപുരം ശൈഖ സാഹിബ് അബി, അങ്ങനെ എല്ലാവരും അവരൊക്കെ പിന്നെ ഉണ്ടായതാണ് അല്ലെ. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി, അല്ലാഹു പട്ടേലവൻ എന്നുള്ളവൻ. അപ്പൊ ഈ അല്ലാഹുവോട് ആണ് നമ്മൾ ദുആ ചെയ്യുന്നത്. ബാക്കിയുള്ളതെല്ലാം പിന്നീട് വന്നു. അവരാരും ഒന്നും കൊണ്ടുവന്നിട്ടില്ല, അവരെല്ലാം കാലിക്കൈയിട്ട വന്നത്. ഇന്നലെ വെള്ളിയാഴ്ച നമ്മൾ പോയില്ലേ,
51-ാമത്തെ ആയതെന്താ? മാഅശ്റത്തുഹും ഖൽഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ പടച്ചപ്പോ ഞാൻ ആരെയും കൂട്ടിയിട്ടില്ല. ശ്രീരാമ എന്നുള്ള ഒരു പുഴ ഉണ്ടാക്കി, ഈസാ നബിയെ നിങ്ങളൊരു കടലുണ്ടാക്കി, മൊയ്തീശയെ നിങ്ങളൊരു പർവ്വതം ഉണ്ടാക്കി, ഒന്നും പറഞ്ഞില്ല. ഒക്കെ അള്ളാഹു ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് നന്ദി കാണിക്കേണ്ടത് ആരോടാ? റബ്ബിനോടാണ്. നിങ്ങളെയും നിങ്ങൾ മുമ്പുള്ളവരെയും. ഇവരാരും അന്നില്ല, ഇവരാരും അന്നില്ല, ഇവരാരും ജനിക്കണമെന്ന് ഇവരില്ല. ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോ തിരക്കുള്ള ഒരു ബസ് കയറി കയ്യിൽ കൊട്ടയും വട്ടിയും കുട്ടിയൊക്കെ ഉണ്ട് നിൽക്കുകയാണ് ഒരാൾ സീറ്റ് ഉണ്ട്. ആരോടാ നന്ദി കാണിക്കേണ്ടത്? തന്നാളോടോ തരാത്ത ആളോടോ? സീറ്റ് തന്നാളോടോ തരാത്ത ആളോടോ? മോനെ ആരോടാ നന്ദി കാണിക്കേണ്ടത്? തന്നാളോട്. കേട്ടില്ല? തന്നാളോട്. സീറ്റ് തന്നാളാരാ? ഈ ദുനിയാവിൽ സീറ്റ് തന്നാളാരാ? റബ്ബാണോ റസൂലാണോ? റബ്ബാണ്. റബ്ബാണോ വലിയാണോ? റബ്ബാണ്. റബ്ബാണോ സ്വാമിയാണോ? റബ്ബാണ്. ആ നന്ദി കാണിക്കണം. ആ നന്ദിയുടെ പേരാണ് ഇബാദത്ത്. അതെങ്ങനെയാ കാണിക്കുക? അള്ളാഹ് നമ്മളെ കാണുന്നത്, നമ്മൾ അള്ളാഹുവിനെ കണ്ടിട്ടില്ല. അപ്പൊ നമ്മളെങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത്? അത് റസൂൽ പറയും. അതിനാണ് റസൂൽമാരായിട്ടുള്ളത്. അതുകൊണ്ട് റബ്ബിനോട് മാത്രം ദുആ ചെയ്യണം. റബ്ബിനോട് മാത്രം ദുആ ചെയ്യണം. അറഫ് 55-56 ഉദഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയതൻ, രഹസ്യമായി വിനയത്തോടെ. ഉദഉ റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യണം അല്ലേ? അപ്പോ ഖുൽ ഇന്നമാ ഉദഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുള്ളൂ. വലാ ഉശ്രികു, ശിർക്ക് ചെയ്യില്ല. വഅനൽ മസാജിദ ലില്ലാഹ്, പള്ളിയൊക്കെ അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദഉ മഅല്ലാഹി അഹദ, അല്ലാഹുവോടൊപ്പം ആരോടും ദുആ ചെയ്യരുത്. ജിന്ന് 18-20 ആയത്തിൽ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്താൽ എന്താവും? അത് ശിർക്കാവും. ശിർക്കെന്താ? ലാ യഗ്ഫിറു, ലാ യഗ്ഫിറു, കൊടുക്കൂല. നിസാ 48-ാമത്തെയും 116-ാമത്തെ ആയത്ത് ലാ യഗ്ഫിറു. പിന്നെന്താവും? സുമർ 65 ലയഹ്ബതന്ന അമലുക, എല്ലാ കർമ്മവും പൊളിഞ്ഞു. ആ ഒറ്റ പ്രാവശ്യം മൊയ്തീൻ ശേഖയെ കാക്കണമെന്ന് പറഞ്ഞാൽ സകല ആരാധനകളും അനുഷ്ഠാനങ്ങളും സൽക്കർമ്മങ്ങളും സുഹൃതങ്ങളും എല്ലാം പൊളിഞ്ഞു. പിന്നെയോ സ്വർഗം ഹറാമായി. നേരത്തെ പറഞ്ഞല്ലോ, ഭൂമി മറയെ പാപം ചെയ്ത് വന്നാലും ഒരു ദിവസം സ്വർഗത്തിലെത്തും. ശിർക്ക് ചെയ്താലോ എത്തൂല. ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, മാഇദ 72-ാമത്തെ ആയത്ത്. ലദുൽമുൻ അദീം, ഏറ്റവും വലിയ അക്രമം സൂറത്തുൽ ലുഖ്മാൻ 13-ാമത്തെ ആയത്തിലെ പാടുക. അപ്പോ ഇതാണ് അല്ലാഹു അല്ലാത്തവരോടുള്ള ദുആയുടെ അനന്തര ഫലം. ലാ ബുർഹാന ലഹു, മുഅ്മിനൂൻ 117. തെളിവില്ല. അല്ലാഹുവോട് ദുആക്കാൻ തെളിവുണ്ടോ? ഉണ്ട്. അല്ലാഹു അല്ലാത്തവരോട് ദുആക്കാൻ തെളിവുണ്ടോ? ഇല്ല. അതുകൊണ്ട് അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യരുത്. ഇത് നമ്മൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഈ ആയത്തുകളും ഹദീസുകളും എല്ലാം വെച്ച് ആൾക്കാർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. എളുപ്പമാണ്, ലളിതമാണ്. കേൾക്കുന്ന ആൾക്കാർ കേൾക്കട്ടെ. അല്ലാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. അപ്പോ നമ്മൾ ഈ ദുആ ഇറക്കുമ്പോൾ 26-ാമത്തെ കാര്യം തവസ്സുൽ ചെയ്യണം. നമ്മൾ ചെയ്തൊരു കാര്യം എടുത്തു പറഞ്ഞ് അല്ലാഹുവോട് പ്രാർത്ഥിക്കുക. 3 ആൾക്കാർ ഗുഹയിൽ കുടുങ്ങി. ആ ഗുഹാമുഖം തുറന്നത് എങ്ങനെയാ? അവര് ചെയ്തൊരു നല്ല കാര്യം എടുത്തു പറഞ്ഞിട്ടാണ്. അപ്പൊ ആ പ്രാർത്ഥനയുടെ ശക്തി എത്രയാണ്? അപ്പൊ നമുക്ക് എന്ത് വേണം? തവസ്സുൽ ചെയ്യാൻ പറ്റിയ കുറച്ച് അമൽ ചെയ്യണം. ഒരു മസ്ജിദ് ഉണ്ടാക്കിയാലോ? എല്ലാവർക്കും കഴിയോ? ഒരു മസ്ജിദ് ഉണ്ടാക്കാൻ എത്ര രൂപ വേണം? പറയും. ചുരുങ്ങിയത് പറഞ്ഞു. തൊള്ളയിൽ കൊള്ളാൻ പറഞ്ഞാൽ മതി. 500 രൂപയുടെ പള്ളി ഉണ്ടാക്കിയ ആളാണ്. 500 രൂപ ഒരു ഷീറ്റ് വാങ്ങാൻ 4 കാലം. നാളെ തന്നെ സുദേശില്ല. അല്ലെങ്കിൽ വലിയ മസ്ജിദ് ആയിക്കോട്ടെ, വലിയ തീങ്ങാന, ഒരു അറബി കോളേജ് ഒക്കെ ആലോചിച്ചോളി. ഒരു കിണർ, ഒരു വീടിന് കൊടുക്കാൻ സ്ഥലമുണ്ടോ? വീടുണ്ടാക്കാൻ കൊടുക്കാൻ. വീട്ടിന്റെ മുറ്റത്ത് ഒരു ചെറിയ വീട്, പാവപ്പെട്ട ആൾ. അങ്ങനെ എന്തൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തു വെക്കാം. അടി നമുക്ക് പ്രശ്നം വരുമ്പോൾ നമുക്ക് അത് വെച്ച് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം. അല്ലാഹു പഠിപ്പിക്കുന്നു. 24-ാമത്തെ കാര്യം, ധൃതി പിടിക്കരുത്. ധൃതി പിടിക്കരുത്. ബുഖാരി 6340. ധൃതി പിടിക്കരുത്. പ്രാർത്ഥിക്കണം. ഇപ്പൊ തന്നെ കിട്ടണം, ഉറപ്പിക്കരുത്. കിട്ടണം, ആഗ്രഹിക്കാം. പക്ഷേ ഇപ്പൊ തന്നെ കിട്ടണം നിർബന്ധമായി വിചാരിക്കരുത്. 25
അത് പ്രാർത്ഥനയിൽ എന്തുണ്ടാകരുത്? പാപം ഉണ്ടാകരുത്. കുടുംബബന്ധം മുറിക്കലുണ്ടാകരുത്. കുടുംബബന്ധം മുറിക്കലല്ലേ? ആ പെരുന്നാളാണ്, എവിടെ പോയാലും ശരി എളാപ്പാന്റെ വീട്ടിലെങ്ങാനും ചവിട്ടിപ്പോയത് അറിയില്ലേ? നശിച്ചു പൊട്ടനറിയില്ലേ? അങ്ങനെയൊന്നും ആകരുത്. കുടുംബബന്ധം മുറിക്കരുത്, പാപമാകരുത്, പാപത്തിന്റെ പ്രാർത്ഥനയാകരുത്. 26 നല്ല വിചാരം, അള്ളാഹിനെ പറ്റി നല്ല വിചാരം, നല്ല വിചാരത്തോട് എന്റെ അടിമ എന്നെ പറ്റി എന്ത് വിചാരിച്ചോ അവിടെയാണ് ഞാൻ എന്ന് അള്ളാഹു പറഞ്ഞതായി ബുഖാരി 7405 ഹദീസ്. അതുകൊണ്ട് റസൂലുള്ളാഹി വഫാത്താകുന്ന ദിവസം മക്കളെ 11-ാമത്തെ വർഷം റബീഉൽ അവ്വൽ 12. വഫാത്തായ ദിവസം സഹാബത്ത് സന്തോഷിക്കുകയാണോ ദുഃഖിക്കുകയാണോ? ദുഃഖിക്കണം. നമ്മുടെ ഉസ്മാനാരോ സന്തോഷിക്കുകയാണ്. റബീഉൽ അവ്വൽ 12 പടക്കം പൊട്ടിക്കുക, ഗുലാബി പായസം അല്ലേ? അവരോട് പറഞ്ഞു റസൂലുള്ളാഹി വഫാത്തായ ദിവസം ഒന്ന് അടങ്ങിയിരിക്കും എന്ന് പറയും അല്ലേ? കേട്ടോ, അങ്ങനെ പോയിന്റ് വെച്ച് സംസാരിക്കാൻ നമുക്ക് ശീലണ്ടായ ശരിയാവും. നോക്കുക, അള്ളാഹു ഹിദായത്തുണ്ട്. റസൂലുള്ളാഹി വഫാത്താകുന്നതിന്റെ 3 ദിവസം മുമ്പ് വെള്ളിയാഴ്ച ലോകത്തോട് പറഞ്ഞു, ലാ യമൂതന്ന അഹ്ദുക്കും ഇല്ലാ വയുഹ്സിനു ദന്ന ബില്ലാഹ്. അള്ളാഹനെ പറ്റി നല്ലത് വിചാരിക്കാതെ നിങ്ങൾ ആരും മരിച്ചു പോകരുത്. 27 നല്ല ഹൃദയം, നല്ല ഓർമ്മയുള്ള ഹൃദയം. ഖൽബുല്ലാഹി, അശ്രദ്ധമായ ഹൃദയത്തിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കൂല. തിർമിദി 3479. 28 നല്ല ഭക്ഷണമാണ്, നല്ല ഭക്ഷണം. യാ റബ്ബി യാ റബ്ബി എന്ന് ദുആ ചെയ്യുന്നു, ഉത്തരം കിട്ടുന്നില്ല. എന്താ കാരണം? തിന്നത് ഹറാമ്, ഉടുത്തത് ഹറാമ്. അങ്ങനെ ഹറാമിൽ ഊട്ടപ്പെട്ടു. പലിശ കൊടുത്തിട്ടുണ്ടാ? പലിശന്റെ കണക്ക് എഴുതിയിട്ടുണ്ടാ? പലിശക്ക് സാക്ഷി നിന്നിട്ടുണ്ടോ? പണമായി, പണ്ടമായി, പറമ്പായി, അറിയായി, വിസയായി, ജോലിവാഗ്ദാനമായി സ്ത്രീധനം കൊടുത്തിട്ടുണ്ടോ? വാങ്ങിയിട്ടുണ്ടോ? ആ സ്ത്രീധനമുള്ള കല്യാണത്തിൽ പങ്കെടുത്ത് തിന്നിട്ടുണ്ടോ? എല്ലാം പഴകിയ പഴങ്ങളും വാടിയ പച്ചക്കറികളും കേടുവന്ന വസ്തുക്കളും കീറിയ തുണിത്തരങ്ങളും വിറ്റ് കാശാക്കിയ ആൾക്കാരുടെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് നല്ല ഭക്ഷണം കഴിച്ച് റബ്ബിനോട് പ്രാർത്ഥിക്കണം കേട്ടോ. ശരി, അപ്പോ ഒന്നുകൂടി